ചില വ്യക്തികൾ ഉണർവിനുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ചില സഭകൾ ഉണർവിനുള്ളതാണ്, ചില സ്ഥലം ഉണർവിനുള്ളതാണ്. ഈ 3 പദങ്ങളുമായിട്ട് ഞാൻ ഇന്ത്യയിൽ കുറേ സ്റ്റേറ്റിൽ ഓടാൻ തുടങ്ങിയിട്ട് നാൾ കുറേയായി. സ്തോത്രം. 3 സ്റ്റേറ്റിലേ ഉള്ളൂ ഇതുവരെ ഇനി ഞാൻ പോകാത്തതുള്ളൂ. മിസോറാമിലും ത്രിപുരയിലും ഹിമാചലിലും ഒഴികെ ബാക്കി മുഴുവൻ സ്റ്റേറ്റിലും ഞാൻ എൻ്റെ പാദം ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യ ഒരു ഉണർവിൻ്റെ ലാൻഡാണ്. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്ന 3 കാര്യം. നമ്പർ 1, ചില വ്യക്തികൾ ഉണർവിനുള്ളവരാണ്. ഏമേൻ 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 ഏമേൻ. ഞാൻ ആരുടെ കാര്യമാണ് പറയുന്നതെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ചില വ്യക്തികൾ ഉണർവിനുള്ളവരാണ്, ചില സഭകൾ ഉണർവിനുള്ളതാണ്, ചില സ്ഥലങ്ങൾ ഉണർവിനുള്ളതാണ്. ഞാൻ എല്ലാവരുടെയും കാര്യം പറഞ്ഞിട്ടില്ല. ചില വ്യക്തികൾ ഉണർവിനുള്ളവരാണ്. എങ്കിൽ അതങ്ങ് റിസീവ് ചെയ്തിട്ട് പറ, ഞാൻ ഉണർവിനുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. ചിലരുടെ ആരാധന കാണുമ്പോൾ അറിയാം, ചിലരുടെ പ്രാർത്ഥന, ചിലരുടെ ലൈഫ് സ്റ്റൈല്, ചിലരുടെ സ്പിരിച്വൽ ലൈഫ് എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം ഇത് നോർമൽ ക്രിസ്ത്യാനിറ്റി അല്ല, നോർമൽ പെന്തക്കോസ്റ്റ് അല്ല. ഇത് ചെന്ന് മുട്ടുന്നത് ഒരു റിവൈവലിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളിൽ ചിലരെ നോക്കി പ്രവചിച്ച് തുടങ്ങട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ ജന്മം ഉണർവിന് വേണ്ടിയുള്ള ജന്മമാണ്. യെസ് യെസ് യെസ്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി നിർത്തിയത് എന്തിനാണ്? പിശാച് തൊടാതെ സൂക്ഷിച്ച് നിർത്തിയത് എന്തിനാണ്? കൊറോണ കാലം കഴിഞ്ഞും ആയുസോടെ ഇരുത്തിയത് എന്തിനാണ്? നിങ്ങൾ ചിലർ ഉണർവിന് വേണ്ടിയുള്ളവരാ. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ ഉണർവിന് വേണ്ടിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ രാത്രി നിങ്ങളുടെ മേലൊരു ദൈവശക്തി വെളിപ്പെട്ടിരിക്കും. പണം കൊണ്ടല്ല ഉണർവുണ്ടാകുന്നത്, പ്രൗഢി കൊണ്ടല്ല ഉണർവുണ്ടാകുന്നത്, പൊസിഷൻ നോക്കിയല്ല ഉണർവുണ്ടാകുന്നത്, കരബലം കൊണ്ടല്ല ഉണർവുണ്ടാകുന്നത്. ഉണർവ് വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. കമോൺ. ഉണർവ് വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഈ ദൈവസഭയെ ഒരു ഉണർവിലേക്ക് ദൈവം ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുകയാ. ഉണർവിലേക്ക് ദൈവം ട്രാൻസ്ഫർ ചെയ്യാൻ പോകുകയാ. അല്പസമയം അന്യഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് അവരവരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുഹിതം എന്താണെന്ന് ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ 5 ദിവസത്തെ യോഗം ഒരു പ്രസംഗ പരമ്പരയ്ക്ക് വേണ്ടി വെച്ചതല്ല. ഈ 5 ദിവസത്തെ യോഗം ഒരു പതിവ് പരിപാടിക്ക് വെച്ചതല്ല. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ നിയോഗപ്രകാരം ഈ 4-ാം ദിവസം രാത്രി ഒരു ഉണർവിലേക്ക് ചിലതിനെ തൊടാൻ കൊണ്ടെത്തിക്കാൻ പരിശുദ്ധാത്മാവ് ചലിക്കാൻ പോകുകയാണ്. ഇത് വെറും മീറ്റിംഗ് അല്ല, ഇതൊരു റിവൈവലിലേക്ക് ഹോളി സ്പിരിറ്റ് കൊണ്ടുപോകാൻ പോകുകയാ. ജീസസ്. ചില സഭകൾ ഉണർവിനുള്ള സഭകളാണ്. എല്ലാ സഭയുമല്ല, ചില സഭകൾ ഉണർവിനുള്ളതാണ്. എല്ലാവരും കരയുയർത്തി പറ, ചില വ്യക്തികൾ, ചില സഭകൾ, ചില സ്ഥലങ്ങൾ ഉണർവിനുള്ളതാണ്. ഒന്നുകൂടെ പറയാമോ? ചില വ്യക്തികൾ, ചില സഭകൾ, കമോൺ, ചില സ്ഥലങ്ങൾ എന്തിനുള്ളതാണ്? വൺ മോർ ടൈം, എന്തിനുള്ളതാണ്? പിശാച് കേൾക്കട്ടെ ഒരിക്കൽ കൂടി. ഹല്ലേലൂയ. എന്താ ഉണർവിനുള്ള സഭയുടെ ലക്ഷണം എന്താണ്? അവിടെ നിർബന്ധിക്കണ്ട, അവിടെ ഒരു കാര്യവും നിർബന്ധിക്കണ്ട. അവിടെ വരുന്നവർ തന്നെ സ്പിരിറ്റിൽ ഗൈഡ് ചെയ്യപ്പെടും. ഈവൻ 6:30 സഭായോഗമാണ് കർത്താവിൻ്റെ ദാസൻ്റെ. ഒരിക്കൽ ഞാനും വരും. ഞാനിങ്ങനെ ഉണർവിനുള്ള സഭകൾ തെരഞ്ഞുപിടിച്ച് പോകാറുണ്ട്. അതുകൊണ്ടാണ് വിളിച്ചിട്ട് പോകുന്നതല്ല, അയച്ചിട്ട് പോകുന്നതാണ്. ഹല്ലേലൂയ. മുമ്പ് വിളിച്ചിട്ടാണ് പോകുന്നത്, ഇപ്പം അയച്ചിട്ടാണ് പോകുന്നത്. വിളിച്ചിട്ട് പോകുന്നത് നല്ലത്, അയച്ചിട്ട് പോകുന്നത് അതിനേക്കാൾ നല്ലത്. 10 മണിക്കാ സഭായോഗമെങ്കിൽ 9:30 ആൾക്കാർ വരാൻ തുടങ്ങും. കാര്യം ഉണർവിനുള്ള സഭ അങ്ങനെയാണ്. ലേറ്റ് ആകുകയല്ല, ബിഫോർ ടൈം ആയിരിക്കും. ഒരാൾ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അന്യഭാഷയും പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത് വരുന്ന വ്യക്തി ആ വ്യക്തിയുടെ കൂടെ ഇരുന്ന് അന്യഭാഷ പറയാൻ തുടങ്ങും. മൂന്നാമത് വരുന്ന വ്യക്തി 2 പേരുടെ കൂടെ ഇരുന്ന് അന്യഭാഷ പറയാൻ തുടങ്ങും.
അത് ഉണർവുണ്ടാകുന്ന സഭയുടെ സൈനാണ്. ഉണർവില്ലാത്ത സഭകൾ ആദ്യം വരുന്ന വ്യക്തി രണ്ടാമത്തെ വ്യക്തിയെ വെയിറ്റ് ചെയ്യും, സംസാരിക്കാൻ വേണ്ടിയാണ്. രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ ആൾ വരും, രണ്ടുപേരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം ആ സഭ സാധാരണ സഭയാണ്, മറ്റ് പ്രയോജനങ്ങളൊന്നും അവിടെ ഉണ്ടായിരിക്കുന്നതില്ല. സൺഡേ ഉള്ളതിനായി ഭാഗ്യം, സ്തോത്രം. പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും അവിടെ കാണത്തുമില്ല. എന്നാൽ ഉണർവിനുള്ള സഭയുടെ സൈൻ തിരിച്ചറിയുക. അവിടെ വരുന്നവരെല്ലാം സ്പിരിറ്റിൽ ഗൈഡ് ചെയ്യുന്നവരായിരിക്കും, ആത്മാവിൽ ഗൈഡ് ചെയ്യുന്നവരായിരിക്കും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ദൈവസഭയെ ഉണർവിന് വേണ്ടി ബ്ലസ് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഫെയ്ത്ത് അലൈവ് AG സിറ്റി വർഷിപ്പ് സെൻ്ററിനെ യേശുവിൻ്റെ നാമത്തിൽ നമുക്കൊരുമിച്ച് ഹാൻഡ് ഓവർ ചെയ്യാം. പരിശുദ്ധാത്മാവ് തൻ്റെ ഇഷ്ടപ്രകാരം, പരിശുദ്ധാത്മാവ് തൻ്റെ ഉണർവിന് വേണ്ടി ഈ സഭയെ ഒന്ന് കയ്യിൽ വഹിക്കട്ടെ. ആമേൻ. അവിടെ സ്പിരിറ്റിൻ്റെ കൺട്രോൾ ഭയങ്കരമായിരിക്കും. പരിശുദ്ധാത്മാവാണ് അവിടെ നിയോഗം കൊടുക്കുന്നത്. ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. നോർമലി നമ്മുടെ സഭകളിലൊക്കെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഒരു ചാർട്ട് ഇട്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ച് തുടങ്ങണം, പിന്നെ പാട്ട് പാടണം, 1-2 പാട്ട് പാടി ആരാധിച്ചതിന് ശേഷം പിന്നെ സഭായോഗത്തിൻ്റെ ചടങ്ങുകൾ പരിപാടികളൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. നമ്മുടെ മനസ്സിൽ അതങ്ങ് സ്റ്റാമ്പാണ്. നല്ല കാര്യം, ഓർഡർ വേണം. ഓർഡറോട് കൂടിയാണ് ഭൂമി നിൽക്കുന്നത്. ഈവൻ ഗാലക്സി പോലും ഓർഡറിലാണ് നിൽക്കുന്നത്. ഓർഡർ നിർബന്ധമായിട്ട് വേണം. പക്ഷേ പരിശുദ്ധാത്മാവ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റിനോട് മാറി നിൽക്കുക, ഞാൻ എൻ്റെ ഓർഡർ ഫുൾഫിൽ ചെയ്യട്ടെ എന്ന് പറയരുത്. അവനൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പിടി അങ്ങ് വിട്ടേക്കണം. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്നതും പരിശുദ്ധാത്മാവിനെ കുറിച്ചാകയാൽ ഇന്ന് രാത്രി ആത്മാവിൻ്റെ നിയോഗം പ്രാപിച്ച ദൈവമക്കൾ ഇതിൻ്റെ അകത്തുള്ളതിനാൽ ഞാൻ കൽപ്പിക്കുകയാ, നിങ്ങളുടെ സഭ ഉണർവിന് വേണ്ടിയുള്ള സഭയാണ്. നിങ്ങളുടെ ചർച്ച് ഉണർവിന് വേണ്ടിയുള്ള ചർച്ചാണ്. ഈ സഭയെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. എല്ലാവരും കര ഉയർത്തി ഒന്ന് ബ്ലസ് ചെയ്താട്ടെ. ഈ പരുത്തിപ്പാറയിൽ ഒരു ഉണർവുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ സഭ മുഖാന്തരമാകണം. പരുത്തിപ്പാറയിൽ ഒരു റിവൈവൽ ഉണ്ടെങ്കിൽ ഈ ചർച്ചിൻ്റെ അകത്ത് അത് സ്റ്റാർട്ട് ചെയ്യണം. എന്നോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്താട്ടെ. ഹോളി സ്പിരിറ്റ്, ഞങ്ങൾ ഒരുമിച്ച് കരമുയർത്തി അങ്ങയെ വെൽക്കം ചെയ്യുകയാണ്. ചില സ്ഥലങ്ങൾ ഉണർവിന് വേണ്ടി അതങ്ങനെയാണ്. ചില സ്ഥലങ്ങൾ ഫസ്റ്റ് പെന്തക്കോസ്റ്റ്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ഓപ്പൺ ചെയ്യുക. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 1-4. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോകുക. ചില സ്ഥലങ്ങൾ ഉണർവിന് വേണ്ടിയുള്ള സ്ഥലമാണ്. പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ സഭ മുഴുവൻ ചേർന്ന് വായിക്കാൻ പോവാണ്. ആ വാക്യം 4 വാക്യം സഭ മുഴുവൻ ഒന്ന് വായിക്കാം. തുടങ്ങാം. പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറ, തുടങ്ങി. ഇന്നിവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. വ്യാഖ്യാനം കൂടാതെ മനസ്സിലാക്കാൻ പറ്റുന്ന 4 വളരെ പ്രധാനപ്പെട്ട വചനമാണ് അപ്പോസ്തല പ്രവൃത്തി 2:1 മുതൽ 4 വരെയുള്ള വാക്യം. ഞാൻ പറഞ്ഞു നിർത്തിയത് ഓർക്കണം. ചില സ്ഥലങ്ങൾ ഉണർവിന് വേണ്ടിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന വളരെ മനോഹരമായ ഒരു ചരിത്ര പുസ്തകം, ഹിസ്റ്ററി. ഹിസ് പ്ലസ് സ്റ്റോറി ഈസ് ഈക്വൽ ടു ഹിസ്റ്ററി. ഇത് അവൻ്റെ ചരിത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകം ദൈവസഭയുടെ നട്ടെല്ലാണ്. ഈ പുസ്തകം സഭയുടെ പുസ്തകമാണ്. ഈ പുസ്തകം
ഉപദ്രവങ്ങളുടെ പുസ്തകമാണ്. ഈ പുസ്തകം ഉണർവിൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകം പൈശാചിക അതോറിറ്റിയുടെ അടിത്തറ ഇളക്കിയ പുസ്തകമാണ്. അർദ്ധരാത്രിയിലും സ്നാനം നടത്തിയ പുസ്തകമാണ്. കപ്പൽ തകർന്നിട്ടും അഭിഷിക്തൻ തകരാതിരുന്ന പുസ്തകമാണ്. പാമ്പ് കൊത്തിയിട്ടും അഭിഷിക്തൻ തൻ്റെ ഇടത്തോടെ നിന്ന പുസ്തകമാണ്. ഒരൊറ്റ ദർശനത്തിൽ യൂറോപ്പിൻ്റെ പടിവാതിൽ തുറന്ന പുസ്തകമാണ്. ഡോർ അടച്ചിരിക്കെ ദൂതനകത്തു വന്ന് അഭിഷിക്തനെ പുറത്തെടുത്ത പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം. 3000 കെട്ടുപൊട്ടാൻ 3000 മെസ്സേജ് വേണ്ട, ഒറ്റ മെസ്സേജ് മതിയെന്ന് തെളിയിച്ച പുസ്തകമാണ്. 5000 സഭയിലോട്ട് കയറാൻ ഒരൊറ്റ മുടന്തനെ പിടിച്ച് പൊക്കിയാൽ മതിയെന്ന് പരസ്യമായി തെളിയിച്ച പുസ്തകമാണ്. ഇരുന്ന സ്ഥലം കുലുക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട. അഭിഷിക്തന്മാർ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ഇരുന്ന സ്ഥലം കുലുക്കിയെടുക്കുമെന്ന് അസാധാരണമായി തെളിവ് സഹിതം വെളിപ്പെടുത്തിയ പുസ്തകമാണ്. വഴിയിൽ നടന്നു പോയപ്പോൾ ഇടംബലമുള്ള രോഗികൾ നിഴല് തട്ടി സൗഖ്യമായെന്ന് നിർബന്ധം പറഞ്ഞ പുസ്തകമാണ് ഇന്ന് രാത്രി ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. ഇത് വാഗ്ദത്തത്തെ അടച്ച പുസ്തകമല്ല, വാഗ്ദത്തത്തെ നിറവേറ്റിയ പുസ്തകമാണ്. ഹല്ലേലൂയ. മിനിസ്ട്രിയുടെ കാറ്റലോഗാണ് അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തോലിക ശുശ്രൂഷയുടെ കാറ്റലോഗാണ് അപ്പോസ്തല പ്രവൃത്തി. പുതിയ നിയമസഭയുടെ കാറ്റലോഗ് മുഴുവനുള്ള പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. 1-ാം അധ്യായം തുറക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഇന്ന് ഇൻട്രൊഡക്ഷൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളങ്ങ് ആളി കത്തുകയാണ്. കാര്യം ആത്മാവ് ഒന്നാകയാൽ സ്തോത്രം. ഒപ്പം കർത്തൃദാസൻ ആ പാട്ടൂടെ പാടിയപ്പോൾ ഞാൻ ഏതാണ്ട് ഉറപ്പിച്ചു, കർത്താവേ ഇനി ഇവിടെ ഒന്നും വേണ്ട, കാര്യം ആത്മാവ് ഇവിടെ കഴിഞ്ഞു. ഇതൊരു ചടങ്ങല്ല, ഇതൊരു പരമ്പരകളല്ല. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഞാൻ സ്വർഗത്തിലെ ഇഷ്ടം ഇന്ന് രാത്രി പരുത്തിപ്പാറയിൽ നിറവേറ്റാൻ പോകുകയാ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് 3.5 വർഷം ശുശ്രൂഷ ചെയ്തു. ഹന്നാവിൻ്റെയും കയ്യഫാവിൻ്റെയും കൈപ്പിടിയിലുള്ള ജനാവലി മുഴുവൻ യേശു കർത്താവിൻ്റെ പുറകെ പരക്കം പാഞ്ഞൊരു കാലം. കടലിലും കരയിലും അത്ഭുതങ്ങളുടെ പരമ്പരകൾ നടന്നൊരു കാലം. ജനങ്ങളുടെ നടുവിലിരുന്ന് മാത്രം ശുശ്രൂഷ നിർവഹിച്ച നസറായനായ യേശു ജനം ഓടിക്കൂടിയാൽ ഒരെണ്ണത്തെ പോലും വിടാതെ സകലതിനെയും സൗഖ്യമാക്കിയും ഭക്ഷണം കൊടുത്തും യേശുവിൻ്റെ സ്നേഹം തെളിയിച്ച 3.5 വർഷക്കാലം. അവസാനം യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു, യേശു കർത്താവ് അടക്കപ്പെട്ടു. 3-ാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം 40 നാൾ ശിഷ്യവൃന്ദങ്ങൾക്ക് പ്രത്യക്ഷനായി. 40-ാം നാൾ കർത്തൃദാസൻ പറഞ്ഞു, മേഘം വന്ന് മൂടി. ശിഷ്യന്മാർ നോക്കി നിൽക്കെ യേശു സ്വർഗാരോഹണം ചെയ്തു. പോകുന്നതിന് മുമ്പ് യേശു പറഞ്ഞ ചില പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി വിടുകയില്ല. 2, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരത്തില്ല. അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിന് ഉറപ്പ പരിശുദ്ധാത്മാവിനെ അയക്കും. ഹല്ലേലൂയ. യേശുവിന് ഉറപ്പാണ്, ഞാൻ പോയാൽ ഹോളി സ്പിരിറ്റിനെ ഞാൻ അയച്ചു തരും. അതുകൊണ്ട് ഈ ജനം അനാഥമായി പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇന്ന് രാത്രി ആരെങ്കിലും സഹായത്തിന് ആരുമില്ല എന്നോർത്ത് കെഞ്ചുന്നവരുണ്ടെങ്കിൽ അവരോടൊരു ദൂതുണ്ട്. നിനക്കൊരാളെ പരിചയപ്പെടുത്തിയിട്ടാണ് അവൻ പോയത്. ഇന്ന് രാത്രി അവനെ ഒന്ന് സ്വീകരിക്കാമെങ്കിൽ നിന്റെ നാഥനില്ലാത്ത അവസ്ഥയ്ക്ക് വിരാമം കുറിക്കുകയാ. അവൻ കംഫർട്ടറാ, അവൻ കൗൺസിലറാണ്, അവൻ കാര്യസ്ഥനാണ്, ആശ്വാസപ്രദനാണ്. നിന്റെ കൂടെ എന്നേക്കും ഇരിപ്പാൻ യേശു അയച്ചതാ. അവന്റെ പേര് ഹോളി സ്പിരിറ്റ്. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശു അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഈ നഗരം വിട്ട് വാങ്ങിപ്പോകാതെ, എന്ന് വെച്ചാൽ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കണം. ഒരു പർട്ടിക്കുലർ പ്ലേസിൻ്റെ പേര് യേശു നിർബന്ധമായി അവരോട് പറയുക. എവിടെയെങ്കിലും പോയി കാത്തിരിക്കുക, കിട്ടും കേട്ടോ എന്നല്ല കർത്താവ് പറഞ്ഞ, ജെറുസലേമിൽ തന്നെ കാത്തിരിക്കണം. എന്താണ് യേശു അങ്ങനെ നിർബന്ധം പറയുന്നത്? യേശു ജനിച്ചത് ബേത്ലഹേമിൽ, യേശു
യേശു വളർന്നത് നസറത്തിൽ, യേശു മിനിസ്ട്രി ചെയ്തത് ഗലീലായിൽ, ആദ്യത്തെ അത്ഭുതം ചെയ്തത് ഖാനാവിൽ, 6000 ഭൂതത്തെ പുറത്തിറക്കിയത് ഗദരദേശത്ത്, പിന്നെ ലാസറിനെ ഉയർപ്പിച്ചത് ബഥാനിയിൽ, മരിച്ചു അടക്കാൻ കൊണ്ടുപോകുന്ന കൊച്ചിനെ നയീൻ പട്ടണത്തിൻ്റെ വാതിൽക്കൽ വെച്ച് ഉയർപ്പിക്കുന്നു. എത്ര സ്ഥലങ്ങളുമായി ബന്ധമുള്ള യേശു 3.5 വർഷം ഞാൻ ഗലീലായിൽ ശുശ്രൂഷിച്ചതാണ്. കോരസീനും ബത്സയിദയും എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ ഗലീല നാടെന്നെ സ്വീകരിച്ചത്. അതുകൊണ്ട് കള്ളം തെളിഞ്ഞിരിക്കുന്ന സ്ഥലം, നമ്മുടെയൊക്കെ ശൈലി പറഞ്ഞേ ആമേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ, ഞങ്ങളുടെ സഹോദരൻ സി ജി രാജ് ബ്രദർ, മറ്റൊരു കർത്തൃദാസൻ, ഞങ്ങൾ 2-3 പേര് ഒരുമിച്ച് വന്നു. ഞങ്ങൾ 2-3 പേരും കൂടി ഉള്ളത് കൊണ്ട് ആ മീറ്റിങ്ങിൽ ഒരു 10-30 പേരുണ്ടായിരുന്നു. ഹല്ലേലൂയ. വേറെ ആരുമില്ല, മെഗാ കൺവെൻഷനാണ്. 10-30 പേരേ ഉള്ളൂ. പക്ഷെ ഒരു നിയോഗം വന്നു. 10-30 പേരുടെ കൺവെൻഷൻ ഞാൻ 1.5 മണിക്കൂർ യേശുവിനെ മാത്രം ഉയർത്തി. എൻ്റെ മനസ്സറിഞ്ഞ് സന്തോഷിച്ചൊരു മീറ്റിംഗാണ്. ആകെ 10-30 പേരേ ഉള്ളൂ കൺവെൻഷന്. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ എൻ്റെ യേശുവിനെ അങ്ങ് ഉയർത്തി. ആളുടെ എണ്ണമല്ല, ഒരാളെ തപ്പിപ്പോയവനാ യേശു. ഞാൻ ഈ പറയുന്നത് 10-15 വർഷത്തിന് മുമ്പത്തെ കാര്യമല്ല, 2 ആഴ്ചത്തെ മുമ്പത്തെ കാര്യം പറയണേ. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് സന്തോഷത്തോടെ തിരുവനന്തപുരത്തെ മീറ്റിംഗ് കഴിഞ്ഞ് കോട്ടയത്തിന് പോകുന്ന വഴി ആ ദൈവദാസൻ എന്നെ വിളിച്ചു. പാസ്റ്ററെ ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? പാസ്റ്ററെ മീറ്റിങ്ങിൽ 10-30 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മീറ്റിംഗ് കഴിഞ്ഞ് പാസ്റ്റർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആ മെസ്സേജ് കേട്ട 4 ഫാമിലി എൻ്റെ അടുത്ത് വന്നു. 4 വ്യക്തിയല്ല, 4 ഫാമിലി എൻ്റെ അടുത്ത് വന്നു. അവരെൻ്റെ അടുത്ത് വന്ന് യേശുവിനെ സ്വീകരിച്ചു. അടുത്ത സൺഡേ 4 ഫാമിലി ചർച്ചിലുണ്ടായിരുന്നു പുതിയത്. എത്ര പേര് ഫ്രണ്ടിൽ ഇരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല സാറേ, നിന്റെ പ്രകടനമൊന്നും കർത്താവിന് വേണ്ട. ഇതവൻ്റെ പാദസേവയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ ഏത് റൂട്ടിലാ നിയോഗിക്കുന്നത്, മനസ്സ് നിറഞ്ഞവനെ ഉയർത്തുക. Hallelujah. Thank you Lord. Thank you Lord. ധാരാളം സ്ഥലങ്ങളുമായി ബന്ധമുണ്ടെങ്കിലും യേശു പറഞ്ഞത് ജെറുസലേമിൽ കാത്തിരിക്കാൻ. അവിടെ മിനിസ്ട്രി ചെയ്തിട്ടില്ല, പച്ചവെള്ളം വീഞ്ഞാക്കിയിട്ടില്ല, അവിടെ നമ്മളീ പറയുന്ന പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ മറ്റൊരിടത്ത് നടക്കാത്തൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. യേശു ക്രൂശും ചുമന്നു പോയത് ജെറുസലേമിൻ്റെ തെരുവീതിയിലാണ്. അവൻ തകർക്കപ്പെട്ടത് ജെറുസലേമിലാണ്. മുൾക്കിരീടധാരിയായത് ജെറുസലേമിലാണ്. കന്നത്തടി കൊണ്ടത് ജെറുസലേമിലാണ്. കാട്ടുമരവും ചുമന്നുകൊണ്ട് കാൽവറിയോളം നടന്നു നീങ്ങിയത് ജെറുസലേമിലാണ്. 2 കരങ്ങളും വിരിച്ചാണികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ജെറുസലേമിൻ്റെ ഗോൽഗോഥായിൽ എൻ്റെ യേശു പരമയാഗമായി. എവിടെ അവൻ കഠിന വേദന എടുത്തോ ആ സ്ഥലം നോട്ട് ചെയ്തു യേശു. എവിടെ രക്തം വീണോ ആ സ്ഥലം നോട്ട് ചെയ്തു എൻ്റെ കർത്താവ്. എവിടെ മുൾക്കിരീടം ധരിച്ചോ ആ സ്ഥലത്തെ നോട്ട് ചെയ്തു കർത്താവ്. എന്നിട്ട് കർത്താവ് പറയുക, ആ സ്ഥലത്ത് തന്നെ ഇരുന്നോ. അതാ ഞാൻ പറഞ്ഞത്, ചില സ്ഥലങ്ങൾ അത് ഉണർവിന് വേണ്ടിയുള്ളതാണ്, ചില സ്ഥലങ്ങൾ അത് റിവൈവലിന് വേണ്ടിയുള്ളതാ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഏത് മണ്ണിലാ തകർന്നത്, നീ ഏത് മണ്ണിലാ ഉടഞ്ഞത്, ഏത് സ്ഥലത്താ നീ തകർന്നു വീണത്, ഏത് സ്ഥലത്താ രാത്രി മൊത്തം ഇരുന്ന് കരഞ്ഞത്, ഇനിയൊരു ഗതി ഉണ്ടാകത്തില്ലെന്ന് പിശാച് നിർബന്ധം പറഞ്ഞ മണ്ണ് ഏതാ? ഇന്ന് രാത്രി കർത്താവ് പറയുക, ആ മണ്ണ് വിട്ടു പോകാൻ വരട്ടെ. അവിടെ തന്നെ ചിലരോട് കർത്താവ് വാദിക്കുകയാ. ചിലര് ചില മണ്ണ് വിട്ട് പോകാൻ വെയിറ്റ് ചെയ്യുന്നു, ചില ഏരിയ വിട്ട് പോകാൻ വെയിറ്റ് ചെയ്യുന്നു. കർത്താവ് പറഞ്ഞു ജസ്റ്റ് വെയിറ്റ്. കർത്താവ് പറയുക, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ പകരാൻ പോകുകയാ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ ഇൻഡോറിലാണ് ശുശ്രൂഷിച്ചേ. 5-6 മാസത്തിന് മുമ്പ് അതേ ഇൻഡോറിൽ ഒരു മീറ്റിംഗ് ഞാൻ നടത്താൻ പോയതാണ്. നടത്താൻ വേണ്ടി ആൾക്കാർ വെച്ചിട്ട് എന്നെ വിളിച്ചതല്ല, ഞാൻ തന്നെ അവിടെ ചെന്ന്
എൻ്റെ സഹോദരങ്ങളുമായിട്ട് പോയിട്ട് 70 വേലക്കാർക്ക് ഒരു മീറ്റിംഗ് വെക്കാൻ പോയതാ. നമ്മുടെ അച്ചാച്ചന്മാരെല്ലാം കൂടി 100-150 പേര് വന്ന് പ്രശ്നം ഉണ്ടാക്കി. അവർ പല നാമങ്ങൾ വിളിച്ച് എന്നെ വഴി കൂടെ കൊണ്ടുപോയി. അവസാനം പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത് അതേ സ്ഥലത്താണ്. ഇങ്ങോട്ട് വന്നേക്കരുതെന്നാ ഓർഡർ. പക്ഷെ അവിടെ തന്നെ പോയി. ഇന്നലെ ഇറങ്ങിയ ദൈവശക്തി. ഞാൻ എൻ്റെ ഉത്തരേന്ത്യ മീറ്റിങ്ങിൽ ഇതുപോലെ സ്വർഗം തുറന്നിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. അധികം ആൾ കൂടിയ മീറ്റിംഗ് ഞാൻ പ്രീച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കണക്ക് തീർക്കുകയായിരുന്നു കർത്താവ്. ആത്മാവിൽ ഞാൻ പറയുന്നു, നീ അറസ്റ്റ് വരിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ തീ ഇറങ്ങും, തീ ഇറങ്ങും. എന്തോ ചില വീടുകൾക്കകത്ത് ദൈവശക്തി ഇറങ്ങാൻ പോകയാ. നീ കരഞ്ഞ മുറി ഒരു ടാബർനാക്കിളാകാൻ പോകയാ. നീ നിലവിളിച്ചില്ലേ, ഒരു ഭ്രാന്തിയാകുമെന്ന് ചിന്തിച്ചത് ഓർമ്മയുണ്ടോ? ഒരു ഭ്രാന്തനാകുമെന്ന് ചിന്തിച്ചത് ഓർമ്മയുണ്ടോ? അവിടെ തന്നെ അവിടെ തന്നെ ഞാൻ എൻ്റെ ആത്മാവിനെ പകരുന്നു. അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ച് ഇതൊരു ഉണർവിന്റെ സമയമാ, ഇതൊരു കൊയ്ത്തിന്റെ സമയമാ. കുറെ യങ്സ്റ്റേഴ്സ് കുഞ്ഞുങ്ങളൊക്കെ പുറകിൽ ഇരിപ്പുണ്ട്. ചെറുപ്പക്കാരൊക്കെ ഒന്ന് കൈ ഉയർത്തി പിടിച്ച് ഞാൻ നിങ്ങളെ ഒന്ന് കാണട്ടെ. യങ്സ്റ്റേഴ്സ്, യുവാക്കന്മാരെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിച്ച്. മക്കളെ, ദയവ് ചെയ്ത് നിങ്ങളെല്ലാം എഴുന്നേറ്റ് ഫ്രണ്ടിലൊന്ന് വന്നിരുന്നേ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആ കൈ ഉയർത്തിയ കുഞ്ഞുങ്ങൾ, യൗവനക്കാരെല്ലാം എഴുന്നേറ്റ് ഫ്രണ്ടിലോട്ടൊന്ന് വന്നേ. പരിശുദ്ധാത്മാവ് ഒരു നിയോഗം തരിക. ഇന്ന് രാത്രി കർത്താവ് ചിലതിനെ നിറയ്ക്കാൻ പോവാ. അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം അഭിഷേകം പ്രാപിക്കാൻ പോകും. മക്കളെ, ഈ ഫ്രണ്ടിൽ 4 പേർക്ക് ഇരിക്കാം. ഒരുമിച്ചിരുന്നാട്ടെ. യുവതിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ വന്നിരുന്നാട്ടെ. യങ്സ്റ്റേഴ്സ്, ലേഡീസ്, മാൽഹോറി മാഷി അൻറ്റാലി അബാഖാന അമാസഹ. നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ചെയർ ഉണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ടൊന്ന് കയറി ഇരുന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ? നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ചെയർ ഉണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റ് കാലിയായി കിടക്കുന്ന ഒരു സ്ഥലത്ത് ഉണർവുണ്ടാകുകയെന്ന് എൻ്റെ ചർച്ചയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഫ്രണ്ടിലിരിക്കാൻ ആളില്ല, പിന്നെ അവിടെ കർത്താവ് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ചെയർ ബാക്കിയുണ്ട്. നിങ്ങൾ അങ്ങോട്ട് കയറി ഇരുന്ന് ഈ ഉണർവിന് പങ്കാളിയാകണം. താങ്ക് യു ലോർഡ്. കം ഓൺ, വായ് തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് ഒരു പർട്ടിക്കുലർ പ്ലേസിൻ്റെ പേര് പറഞ്ഞിട്ട് പറയുക, അത് യെരൂശലേമിൽ കാത്തിരിക്കുക, ഞാൻ എൻ്റെ ആത്മാവിനെ പകരാൻ പോകുകയാണ്. അങ്ങനെയാണ് നമ്മൾ വായിച്ച വാക്യം. അപ്പോസ്തലപ്രവൃത്തി 2:1-2-3-4 പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ. പെന്തക്കോസ്റ്റ് എന്നുള്ള പദം പഴയ നിയമത്തിൻ്റെ പദമാണ്. ന്യൂ ടെസ്റ്റമെൻറ്റ് വേർഡല്ല, അത് ഓൾഡ് ടെസ്റ്റമെൻറ്റ് വേർഡാണ്. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവലാണ്. പെന്തക്കോസ്റ്റ് പെരുന്നാളാണ്. സത്യത്തിൽ അർത്ഥാൽ ന്യൂ ടെസ്റ്റമെൻറ്റിലെ പെന്തക്കോസ്റ്റ് ഒരു പെരുന്നാൾ തന്നെയാണ്, ജഡത്തിൻ്റെ അല്ലെന്നേയുള്ള ആത്മാവിൻ്റെ. പിന്നെ പഴയ നിയമത്തിലെ പെന്തക്കോസ്ത് പെരുന്നാളിൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ന്യൂ ടെസ്റ്റമെൻറ്റിൽ തമ്പുരാനായിട്ട് തന്നെ അങ്ങ് എടുത്തു മാറ്റി. അന്ന് പിന്നെ കൊയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആ വരമ്പിൻ്റെ സൈഡിലുള്ളതെല്ലാം ഒഴിച്ചിട്ടിട്ട് ഉള്ളിലുള്ളതേ കൊയ്യാൻ അനുവാദമുള്ളൂ. ആ സൈഡിലുള്ളതെല്ലാം അനാഥർക്കും പരദേശികൾക്കെല്ലാം വിട്ടേക്കണം, അവർ വന്ന് ഫ്രീ ആയിട്ട് എടുത്തോട്ടെ. അപ്പോൾ അനാഥനും പരദേശി എന്നൊക്കെയുള്ള തസ്തിക ഉള്ളത് കൊണ്ട് പെന്തക്കോസ്തിൽ ആ കതിര് കൊയ്യുന്ന സമയത്ത് യവമാകട്ടെ ഗോതമ്പാകട്ടെ കതിര് കൊയ്യുമ്പോൾ സൈഡിലുള്ളത് ഉപേക്ഷിച്ച് അവിടെ അങ്ങ് ഇട്ടേക്കണം. അത് അനാഥനും പരദേശിക്കുള്ളത്. ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ പെന്തക്കോസ്തിൻ്റെ നിയമമാണ്. ന്യൂ ടെസ്റ്റമെൻറ്റ് വന്നപ്പോൾ അതങ്ങ് എടുത്തു മാറ്റി. കാര്യം, അനാഥൻ എന്നുള്ള തസ്തിക ഇല്ല. പുതിയ നിയമത്തിൽ നാഥൻ ഉള്ളത് കൊണ്ട് അനാഥൻ എന്നുള്ള തസ്തികയില്ല. അകത്തേം കൊയ്യണം, സൈഡിലേയും കൊയ്യണം. ജാതി നോക്കരുത്, നിറം നോക്കരുത്, മുഖം നോക്കരുത്, വർഗം നോക്കരുത്, വർണ്ണം നോക്കരുത്, സകലതിനെയും കൊയ്യണം.
എന്ന് വെച്ചാ 120 ഇരുന്ന 110 അല്ല കൊയ്യുന്നേ, 120 നിറയ്ക്കും. അതാ ന്യൂ ടെസ്റ്റമെന്റ് പെന്തക്കോസ്ത്. ഓ ഹല്ലേലൂയ. എത്ര പേര് ന്യൂ ടെസ്റ്റമെന്റിൽ ഇരിപ്പുണ്ട്? അതിരും വരമ്പും എല്ലാം അങ്ങ് മൂടിയേക്കണം കേട്ടോ. നമ്മുടെ ഈ ഇടപാടുകളെല്ലാം മാറ്റി സകലതിനെ ആത്മാവ് പിടിക്കാൻ പോകുകയാ, സകലതിനെ ആത്മാവ് നിറയ്ക്കാൻ പോകുകയാ. പ്രത്യേകിച്ച് ഞാൻ ഈ ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്ത് വരുന്ന ഒരാളാകയാ. ഉത്തരേന്ത്യയിൽ തമ്പുരാൻ്റെ കൊയ്ത്ത് കണ്ടാൽ ആവേശം അടങ്ങുകയില്ല. 1000 പേരിരുന്ന 1000 നിറയുകയാണ്. ഒരു സൈഡിൽ പെർസിക്യൂഷൻ നടക്കുകയാണ്, ഒരു സൈഡിൽ രക്തം ചിന്തുന്നുണ്ട്. സത്യം, ബിൽഡിംഗ് ഇടിക്കുന്നുണ്ട്. ബിൽഡിംഗ് അല്ല, സഭ അതിൻ്റെ അകത്താണ്. എടാ പിശാചെ, സഭാ ഹോള് നിനക്ക് തകർക്കാം, സഭ നിനക്ക് തകർക്കാൻ ഒക്കത്തില്ല. സഭാ ഹോള് പണിതത് മനുഷ്യനാ, സഭ പണിതത് യേശുവാ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് വരുന്നത് വരെ ടൈം പറഞ്ഞിട്ടില്ല, ഡേറ്റും പറഞ്ഞിട്ടില്ല. കാത്തിരുന്നാൽ മതി, ഞാൻ അയക്കാം. നിങ്ങൾ ആ ഒരു ടൈം ഒന്ന് ശ്രദ്ധിച്ച്. യേശു കർത്താവില്ല പോയി, പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല, ഇവർ വെയിറ്റ് ചെയ്യുക. ആ ഒരു പ്രത്യേക അന്തരീക്ഷം എന്ന് ഓർത്ത്, എന്ന് വെച്ചാൽ ഒരുമിച്ച് ഒരുമനപ്പെട്ട് കൂടിയിരുന്നു എന്ന് പറഞ്ഞാൽ, യേശു ഉണ്ടായിരുന്ന കാലത്ത് ഇവർ തമ്മിലൊരു ചെറിയ ഇടപാടുണ്ടായി. നീയാണോ വലുത്, ഞാനാണോ വലുത്? നീയല്ല വലുത്, ഞാനാ വലുത്. എന്നെയാണ് ഒന്നാമനെന്ന് പറഞ്ഞ് നിന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല. വേറൊരാൾ പറഞ്ഞു ഞാനാ ചങ്കോട് ചാരിയത്, നീ ചങ്കോട് ചാരിയിട്ടില്ല. വേറൊരുത്തം പറഞ്ഞു എന്ത് പറഞ്ഞാലും ശരി, അല്പ അക്കൗണ്ടൊക്കെ അറിയാവുന്ന എനിക്കാണ്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇത് തന്നത് എന്ന് വെച്ച പ്രശ്നമാണ്. അത് 2 അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ നീ ചാവുകയോ ഉയർക്കോ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഇടവും വല്ലോ എൻ്റെ പിള്ളേരെ ഇരുത്തിയേക്കണം. എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നടക്കണേ. യേശു ഉള്ളപ്പോൾ ഇവന്മാർ ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ വായിക്കുക, അവർ ഒരുമിച്ച് കൂടിയിരുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ചില സഭകൾ അങ്ങനെയാ. ചില പ്രത്യേക ടൈം വരും, സകലതും ഒറ്റക്കെട്ടായി മാറും. ഒറ്റക്കെട്ടായി ഇരിക്കുമ്പോൾ ഓർത്തോണം, ടൈം വന്നു കഴിഞ്ഞു. ഉണർവിന് വേണ്ടിയുള്ള തീ ആളിക്കത്താൻ സമയമായി. പരിശുദ്ധാത്മാവ് ഒരുമനപ്പെട്ടിരിക്കുന്നവരുടെ നടുവിൽ പറന്നിറങ്ങാൻ പോകുകയാ. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, സഭയിൽ വന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ വലിപ്പ ചെറുപ്പ വ്യത്യാസം ഉണ്ടാകരുത്. ഒരുവൻ മറ്റൊരാളെ ശ്രേഷ്ഠൻ എന്ന് എണ്ണണം. ക്രിസ്തുവിൻ്റെ മനോഭാവം എപ്പോഴും ഉണ്ടാകണം. ആ ആറ്റിറ്റ്യൂഡിൽ മാത്രം ഒന്ന് ജീവിക്കാമെങ്കിലുണ്ടല്ലോ, നമ്മൾ ദൈവസഭയ്ക്കൊരു വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. നമ്മുടെ സഭയിലെ ദൈവമക്കൾക്കൊരു ആശ്വാസമായിരിക്കും. ഒത്തിരി വ്യക്തികൾ നിങ്ങളുടെ അടുക്കൽ വന്ന വേദന പങ്കുവെക്കും. കാര്യം നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ഒരാളായിട്ട് മാറുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള ഈ സിറ്റി AG ചർച്ചിനോട് പറയുന്നു, മറ്റുള്ളതുപോലെ ആകരുത്. ഒറ്റക്കെട്ടായി നിന്ന് അന്ധകാര ശക്തിയെ ശാസിച്ചോണ. അതിന് നിങ്ങൾക്ക് കഴിയും. അതിനുള്ള നിയോഗം ദൈവം നിങ്ങളുടെ മേൽ തന്നിട്ടുണ്ട്. ഐക്യതയോടെ നിൽക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവസഭ നിർബന്ധം പിടിക്കണം. ഇങ്ങോട്ടൊരാൾ വന്ന് കൈ തന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയി കൊടുത്തിരിക്കും കൈ. ഇങ്ങോട്ട് മിണ്ടിയില്ലേ, ഞാൻ അങ്ങോട്ട് വരിക. കാര്യം ഞാൻ ആൾ വേറെയാണ്. എപ്പോഴും ഓർക്കുക, വലിയവർക്കേ ചെറിയവരാകാൻ കഴിയും. കറക്റ്റ്. ചെറിയവർക്ക് എപ്പോഴും വലിയവരാകാനുള്ള ചിന്തയാണ്. പക്ഷെ വലിയവൻ ഈസിയാ, അവന് ചെറുതാ. സ്തോത്രം. സ്പിരിച്വലി നീ ഹയർ ലെവലിലാണെങ്കിൽ ഈസി ആയിട്ട് താഴെ വന്ന് നിനക്ക് സംസാരിക്കാൻ കഴിയും. സ്പിരിച്വലി നീ ഒട്ടും അല്ലെങ്കിൽ ഫ്ലഷിൽ നീ ഭയങ്കര പവറാ. നീ നിൻ്റെ ജഡത്തിൻ്റെ പിന്നാലെ പായും. കോപിക്കാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും. നാവിന് ഒരു കൺട്രോൾ ഇല്ലാത്ത റൂട്ടിലേക്ക് പോകും. ഹോളി സ്പിരിറ്റിന് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. 50 or 60 വർഷം പെന്തക്കോസ്തിലാണെങ്കിലും ഹോളി സ്പിരിറ്റിന് എടുത്തുകൊണ്ട് നടക്കാൻ ഒക്കാതെ വരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കൊച്ചു കുഞ്ഞ് കൈ ഉയർത്തി അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് മമ്മി ഡാഡി എന്നെ എടുക്കണേ എന്ന് പറയുമ്പോൾ ആ 2 വയസ്സുള്ള കുഞ്ഞിനെ അപ്പനും അമ്മയും കോരിയെടുക്കുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ആ കരവൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്നോട് ചേർന്ന് വായി തുറന്ന് വിളിച്ചേ, ഹോളി സ്പിരിറ്റ്. എല്ലാവരും ചേർന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ
എല്ലാവരും ഒരിക്കൽ കൂടി വിളിച്ച് പരിശുദ്ധാത്മാവേ. ഉയരട്ടെ ആ കരം സ്വർഗത്തിലേക്ക്. വായി തുറന്ന് വിളിക്ക് പരിശുദ്ധാത്മാവേ. നിനക്ക് തൊടാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ഏറിയ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ സഹായം ഞാൻ തേടുകയാണ്. എല്ലാവരും വായി തുറന്ന് വിളിച്ച് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആവിയാനവരേ. ആരെയും ഫോക്കസ് ചെയ്യേണ്ട, നിങ്ങളും പരിശുദ്ധാത്മാവും മാത്രം. ഇന്ന് രാത്രി കർത്താവ് ചിലരെ അന്യഭാഷകളാൽ നിറയ്ക്കാൻ പോകുകയാ, ചില നാവിനെ തൊടാൻ പോകുകയാ, ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് പൊതിയാൻ പോകുകയാ. 4-ാം ദിവസം രാത്രി അഭിഷേകത്തിൻ്റെ രാത്രിയാണ്. 4-ാം ദിവസം രാത്രി അഭിഷേകത്തിൻ്റെ രാത്രിയാണ്. ആ കരമൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വായി തുറന്ന് വിളിക്കുക. പരിശുദ്ധ ആവിയാനവരേ, നിങ്ങളും പരിശുദ്ധാത്മാവും മാത്രം. ശബ്ദം ഉയർത്തി വിളിക്കുക ഹോളി സ്പിരിറ്റ്. വായി തുറന്ന് വിളിക്ക് ഹോളി സ്പിരിറ്റ്. ഇടം വലം നോക്കണ്ട, ആരെയും ഫോക്കസ് ചെയ്യണ്ട, നിങ്ങളും പരിശുദ്ധാത്മാവും മാത്രം. അങ്ങ് പുറകിൽ ചില വ്യക്തികളെ കർത്താവ് കണ്ടു കഴിഞ്ഞു. ചില വ്യക്തികളെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇന്ന് രാത്രി അവനുമായി കൈകോർത്ത് പിടിച്ചു പോകാൻ പരിശുദ്ധാത്മാവ് നിർബന്ധം പിടിക്കുക. ആ ഉയർത്തിയ കൈ കൊണ്ട് രോഗിയെ നീ സൗഖ്യമാക്കാൻ പോകുകയാ. എന്നോട് കർത്താവ് പറയുന്നു ഇങ്ങനെ പറയാൻ, ആ ഉയർത്തിയ കൈ കൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കാൻ പോകുന്ന ചിലർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ ഉയർത്തിയ കരം ഒത്തിരി കണ്ണുനീർ തുടച്ചതാണ്. ആ ഉയർത്തിയ കരം ഒത്തിരി അധ്വാനിച്ചതാണ്. നിലവിളിയുടെ ശബ്ദത്തിന്റെ പുറത്ത് രക്തപ്പുഴ ഒഴുകുന്ന പോലെ കണ്ണുനീർ ഒഴുകിയത് തുടച്ച കൈ ഇന്ന് രാത്രി ഉയർന്നിരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് പറയുക, ആ കൈയെ ഞാൻ തീ കൊണ്ട് തൊടാൻ പോകുകയാ. അഗ്നി പാറുന്ന കൈയായ കൈ മാറുകയാ. കമാൻ ഹോളി സ്പിരിറ്റ്. കൈ ഉയർത്തിയിരിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ പ്രായം കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആരോ പറഞ്ഞിട്ട് നിങ്ങളെ മനസ്സറിഞ്ഞ് എഴുതി തള്ളാൻ പദ്ധതിയിട്ടു. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയുന്നു, എഴുതി തള്ളാൻ വരട്ടെ, എഴുതി തള്ളാൻ വരട്ടെ. എന്തൊക്കെയോ ചിലതും കൂടി ചെയ്യിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നിന്റെ കരങ്ങൾക്ക് ബലം തരികയാ. പ്രായം ചെന്ന് വൃദ്ധനായ ജോഷുവയോട് ഇനിയും അധികം പട്ടണങ്ങൾ അവകാശമാക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞ് അതേ അഭിഷേകം ആ കരങ്ങളെ തൊടുകയാ. തൊടട്ടെ 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 തൊടട്ടെ. ഷഹീബ ഷഹീബ ചിലരുടെ ഭാഷ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാ. ചിലരുടെ ഭാഷ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാ. ചിലരുടെ ലാംഗ്വേജ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാ. അറബി അംദൽ ഖമനി റഗദലയ, വർഷങ്ങൾ പറഞ്ഞ ഭാഷ മാറി പുതിയ ഭാഷകൾ ഹോളി സ്പിരിറ്റ് നാവിൽ തരികയാ. കമാൻ, വായി തുറക്കുക. നിങ്ങളുടെ ശബ്ദത്തിങ്കൽ ഒരു അതോറിറ്റി ഉണ്ട്, അതോറിറ്റി ഉണ്ട്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, പരുത്തിപ്പാറയിലെ ദുരാത്മാവ് ശാസിക്കാൻ ചിലരെ ദൈവം അഭിഷേകം ചെയ്യുക. ഏതൊക്കെയോ ശുശ്രൂഷ ചെയ്തതിന് ശേഷം പിന്നീട് ആ കൃപാവരങ്ങൾ ജ്വലിക്കാതെ ഇരിക്കുന്ന മേഖലയിൽ മനസ്സു തകർന്നിരിക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി ദൈവം ഒന്നുകൂടെ തൊടാൻ പോകുകയാ. ഒരു കാലത്ത് നടന്നങ്ങോട്ട് കയറിയാൽ ദുരാത്മാവ് പേടിച്ച് പുറത്തു പോകുന്ന അഭിഷേകമുള്ള ചിലര് പിന്നീട് അത് ചെയ്യാൻ കഴിയാതെ മനസ്സു വേദനിച്ചിരിക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി ഒരു പന്ത് വലിച്ചെറിയുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിന്നെ യൂസ് ചെയ്യാൻ പോകുകയാ. Holy Spirit of God, Malkoria Masaran Chasti Bikana Re Halbina Hasi Antania. Yes, Master. Thodate, Appa.
ഈ ജനം വെറുതെ പോകരുത്, ഈ ജനം വെറുതെ പോകരുത്, ഒരു പ്രസംഗം കേട്ട് പോകരുത്. ഇന്ന് രാത്രി അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുമായി ഒരു ശുശ്രൂഷയുമായി പോകത്തക്കവണ്ണം ഹോളി സ്പിരിറ്റ് ജയം 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 ജയം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 2-ാം വാക്യം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കം ഉണ്ടായി. ആ മുഴക്കം അവർ കേട്ടു. എല്ലാവരും ചേർന്ന് പറ, കേട്ടു. അടുത്തത്, അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. 5 പദങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. 1, അവർ കേട്ടു. ചേർന്ന് പറ, കേട്ടു. 2, നിറഞ്ഞു. പറ ചേർന്ന്, നിറഞ്ഞു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, മീൻസ് കണ്ടു. ചേർന്ന് പറ, കണ്ടു. 1 കേട്ടു, 2 നിറഞ്ഞു, 3 കണ്ടു, 4 അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. ചേർന്ന് പറ, പതിഞ്ഞു. 5-ാമത്തെ കാര്യം, എല്ലാവരും ആത്മാവ് കൊടുത്ത ഭാഷ എന്ത് ചെയ്യാൻ തുടങ്ങി? പറയാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. വായി തുറന്ന് പറ, പറഞ്ഞു. നോ ശബ്ദം ഉയർത്തി, പറഞ്ഞു. 5 പദങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. 1, അവർ കേട്ടു. 2, നിറഞ്ഞു. 3, കണ്ടു. 4, പതിഞ്ഞു. 5, പറഞ്ഞു. നിങ്ങൾ പറയുന്നത് വരെ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 1, അവർ കേട്ടു. 2, അവരിൽ നിറഞ്ഞു. 3, അവർ കണ്ടു. 4, അവരിൽ പതിഞ്ഞു. 5, അവർ പറഞ്ഞു. ഇല്ലില്ല, എല്ലാവരും പറഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ്, എത്ര പ്രാവശ്യം വേണം ഞാൻ റിപ്പീറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. കാരണം ഈ 5 പദത്തിന് വാല്യൂ ഉള്ളത്. നമ്പർ 1 അവർ കേട്ടു. നമ്പർ 2 അവരിൽ നിറഞ്ഞു. നമ്പർ 3 അവർ കണ്ടു. നമ്പർ 4 അവരിൽ പതിഞ്ഞു. നമ്പർ 5 അവർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ, കേട്ടു, നിറഞ്ഞു, കണ്ടു, പതിഞ്ഞു, പറഞ്ഞു. 1 more time. കേട്ടു, നിറഞ്ഞു, കണ്ടു, പതിഞ്ഞു, പറഞ്ഞു. ഓ ഹല്ലേലൂയ. ഈ 5 പദങ്ങൾ 5 സെൻസിനോട് ബന്ധപ്പെട്ടാണ്. 5 ഇന്ദ്രിയങ്ങളെ തൊട്ട പരിശുദ്ധാത്മാവ്. അതാണ് ഒറിജിനൽ സ്പർശനം. അത് വരാതെ ഉണർവുണ്ടാകത്തില്ല. ഈ ഉണർവെന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു വിടാം. ഈസിയാണ്. എനിക്ക് ഈ ഉണർവെന്ന് പറയാൻ എളുപ്പം. ചിലർ പറയാത് ഇളക്കപ്പെരുപ്പങ്ങളൊന്നുമല്ല. ശരിയാണ്, ഉണർവെന്ന് പറഞ്ഞാൽ ഇളക്കപ്പെരുപ്പങ്ങളൊന്നുമല്ല. പക്ഷേ ശക്തി വന്നാൽ ഇളകിപ്പോകും. ശക്തി വന്നാൽ കല്ല് പോലെ ഇരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ദൈവശക്തി വന്നാൽ ഇളക്കപ്പെരുപ്പമൊന്നുമല്ല ഉണർവ്. സത്യമാണ്. ഉണർവിൽ പാപബോധം ഉണ്ടാകും, ഉണർവിൽ അനുതാപം ഉണ്ടാകും. ഉണർവ് നിലനിൽക്കുന്നതാണ്. ഉണർവിൻ്റെ ഓണർ നമ്മളല്ല, പരിശുദ്ധാത്മാവാണ്. പറഞ്ഞേ ആമേ. ഈ പ്രഷർ കുക്കറിൻ്റെ അകത്ത് പ്രഷർ നിറയുന്നൊരു സമയമുണ്ട്. ഇതങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ടായ സംഭവം നടന്നില്ലേ ഉണ്ടല്ലോ, സംഭവം പൊട്ടിത്തെറിക്കും. ഈ ദൈവശക്തി അകത്ത് കയറുമ്പോൾ കല്ലുപോലെ എങ്ങനെ ഇരിക്കാൻ തുടങ്ങും? എങ്ങനെ പറ്റും? ഇത് അറിയണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ ആദ്യം അഭിഷേകം പ്രാപിച്ചത് ഓർത്താൽ മതി. ഫസ്റ്റിലെ അഭിഷേകം പ്രാപിച്ചത് ഓർമ്മയുള്ളവർ എത്ര പേരുണ്ട്? ആദ്യം അന്യഭാഷ പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് ഓർമ്മയുള്ളവർ മാത്രം തലയ്ക്ക് മുകളിൽ ആ കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ, ഒന്ന് കാണട്ടെ. ആദ്യം അഭിഷേകം പ്രാപിച്ചത് ഓർമ്മയുള്ളവർ. വെരി ഗുഡ്. ഒരു ചോദ്യം, നിങ്ങൾ ഓൾറെഡി ഓർക്കുന്നുണ്ട് എങ്ങനെ പ്രാപിച്ചതെന്ന്? ഇങ്ങനെയാണോ ഇരുന്ന് കൊടുത്തേ അന്ന്? റൈറ്റ് ആയിരുന്നോ? എന്തേ മിണ്ടാത്തെ?
ഞാൻ നാണം തോന്നുന്നുണ്ടോ? ഇപ്പോൾ ലജ്ജ തോന്നുന്നുണ്ടോ? അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രാപിക്കണ്ടായിരുന്നു. ഇപ്പം പ്രസ്റ്റീജും സ്റ്റാറ്റസും ഒക്കെ കീപ്പപ്പ് ചെയ്യാൻ തുടങ്ങിയല്ലേ? ഒന്ന് ഓർത്തെടുത്ത്. ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിലാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി കൊച്ചുനാൾ മുതൽ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ച ഒരാളാണ്. എൻ്റെ സഭയിൽ, ഞങ്ങളുടെ സഭയിൽ ഒരുമാതിരിപ്പെട്ടവരെല്ലാം അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്, ഞാൻ ഒഴികെ. മണിക്കൂറുകളാണ് ആരാധന. ഞാൻ പ്രാപിക്കാതിരുന്ന് വാവിട്ട് നിലവിളിച്ച സമയങ്ങളാണ്. പല വിശ്വാസികളും ഞാനൊരു കൊടും പാപിയാണെന്നുള്ള ചിന്ത വെച്ച് എന്നോട് സംസാരിച്ചിട്ടുമുണ്ട്. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച് വളർന്നതുകൊണ്ടും നല്ല ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ട് ഈ ഒരു നുണ പോലും പറഞ്ഞാൽ തല്ലുറപ്പാ വീട്ടിൽ. അങ്ങനെ വളർന്നൊരു വീടാണ് എൻ്റെ വീട്. അങ്ങനെ വളർത്തിയ പേരൻസാണ് എൻ്റെ. അടുത്ത വീട്ടിൽ പോയി TV കണ്ടതിന് അവിടെ വന്ന് അടിച്ചുകൊണ്ട് വന്ന എൻ്റെ അപ്പൻ, നിന്നെ വളർത്തുന്നത് സുവിശേഷ വേലയ്ക്കാന്നും പറഞ്ഞുകൊണ്ടാണ് വളർത്തിയത്. അതുകൊണ്ട് ഇന്നിവിടെ നിൽക്കണേ. കൊച്ചുനാളിലെ ശിക്ഷണത്തിൽ ഡിസിപ്ലിൻ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. നമ്മുടെ കൊച്ചു ഓലപ്പേരയൊക്കെ ആണെങ്കിലും പേരൻസ് വളർത്തിയത് അങ്ങനെയായിരുന്നു. അതിനായി സ്തോത്രം. പക്ഷെ അഭിഷേകം പ്രാപിക്കുകയില്ല, അതൊരു വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ചർച്ചിൽ കൃപാവരങ്ങളുള്ള ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ മിക്കവരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും. ഞാനിങ്ങനെ മുട്ടയിരുന്ന് ആരാധിക്കുക. അപ്പം ശുശ്രൂഷിക്കാൻ വരുന്നവരോടൊക്കെ നമ്മൾ പറയും, ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ പ്രാപിച്ചിട്ടില്ല. അതിൽ വളരെ അഗ്രഗണ്യനായ അഭിഷേകമുള്ളൊരു വളരെ ശക്തമായി ദൈവം ഉപയോഗിച്ചൊരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ വന്നിട്ട് പറയും, എടാ നീ എന്നാണ് ഈ കരിക്കട്ട പോലെ ഇരിക്കണേ, നിൻ്റെ അപ്പൻ തീക്കട്ട പോലെ നിൽക്കുകയാണല്ലോ. അപ്പച്ചൻ്റെ വാക്കാണ്. എന്ന് വെച്ചാൽ പുള്ളി കൈവച്ച് ഒരുമാതിരിപ്പെട്ടവരെല്ലാം പ്രാപിക്കും, ഞാൻ പ്രാപിച്ചിട്ടില്ല. ഒരു ദിവസം എന്നോട് പറയട്ടെ, നിൻ്റെ ആരാധന കണ്ടിട്ട് പ്രാപിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചേ. പ്രാപിച്ച പലരുടെ ആരാധന കണ്ടാലോ ഈ ആയുസി പ്രാപിച്ചതായിട്ട് തോന്നുകയില്ല. പറഞ്ഞാവും. ചിലരൊക്കെ കൈയൊന്നെടുത്ത് അടിച്ച് വരുമ്പോഴത്തേന് യോഗ ആശീർവാദം പറയും. കാരണം അത്രയും നേരം അടിക്കണോ വേണ്ടോ ഒന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അടിച്ച് വരുമ്പം ആശീർവാദത്തിൻ്റെ ടൈമായി. മനസ്സിലാകുന്നുണ്ടോ? ഇതിൻ്റെ ഇടയ്ക്കാണ് ഉണർവിന് വേണ്ടിയുള്ളവരെ കാണാൻ പറ്റുന്നത്. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയം 17ാമത്തെ വയസ്സല്ല ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്. അവിടെയാണ് അഭിഷേകം പ്രാപിക്കാത്തവരോട്ട് എടുക്കത്തുമില്ല. അവിടെ അങ്ങനെയാണ്, അഭിഷേകം പ്രാപിക്കാത്തവർ എടുക്കരുത്. പക്ഷേ പ്രിൻസിപ്പാൾ അപ്പച്ചൻ ഇങ്ങനെ ഒറ്റ നോട്ടം നോക്കിയിട്ട് പറഞ്ഞു, അവനെ അങ്ങ് എടുത്തേക്കാൻ പറഞ്ഞു. അതെന്നാ സ്കാനിങ് ആയിരുന്നറിയോ? അത് സ്പിരിറ്റിൻ്റെ സ്കാനിങ് ആണ്. ഹല്ലേലൂയ. 32 പേര് 31 എണ്ണം അഭിഷേകം പ്രാപിച്ചവരാ. അവരെന്തെങ്കിലും മണിക്കൂറുകൾ ആരാധിക്കുക ബൈബിൾ സ്കൂളിൽ. ഞാൻ മാത്രം കരഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഈ സ്തോത്രം പറഞ്ഞുകൊണ്ട് വാവിട്ട് അവസാനം തൊണ്ടയൊക്കെ അങ്ങ് പൊട്ടുകയാണ്. കാരണം അഭിഷേകം പ്രാപിച്ചിട്ടില്ല. ആവേശം കൊണ്ട് പ്രാപിക്കാനുള്ള ദാഹം കൊണ്ട് വാവിട്ട് അലറി വിളിച്ചാൽ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവസാനമാണ് ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിനോട് ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് വന്നു. ഒരു യങ്സ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ്, 100 കണക്കിന് യങ്സ്റ്റേഴ്സ് ഒരുമിച്ച് ചേർന്ന മീറ്റിംഗ്. അതിൻ്റെ അകത്ത് സ്പെഷ്യാലിറ്റി രണ്ട് മൂന്ന് പ്രാവശ്യമാണ് ഒരു ദിവസം കാത്തിരിപ്പ് യോഗം ഉള്ളത്. പ്രാപിക്കാനുള്ളവരെല്ലാം ഒരുമിച്ചിരുത്തിയിട്ട് പ്രാപിച്ചവരെല്ലാം കൂടി ചുറ്റും നിന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്. മിക്കവാറും എണ്ണം അതിൻ്റെ അകത്ത് പ്രാപിക്കും, ഞാൻ ഒഴികെ. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ പ്രാപിക്കുന്നില്ല, ആകെ വിഷമമായി. അവസാനം 3-ാം ദിവസം ഉച്ചയോടുകൂടെ മീറ്റിംഗ് തീരുക. ഞാനാണ് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ, ഇവരെ പിടിച്ചിരുത്തിയ പോലെ ഏറ്റവും ഫ്രണ്ട് സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. എങ്ങനാ പുറകിൽ പോയി ഇരിക്കണേ, കാരണം ഇത് പ്രാപിക്കണ്ടേ. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചാലും ഞാൻ കയറിച്ചില്ലും. കാര്യം എനിക്കിതൊന്ന് പ്രാപിച്ചാൽ. ഓ ഹല്ലേലൂയ. ഈ ആവേശമുള്ളവരുമായിട്ട് സഭ നടത്തുക എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണെന്നറിയോ? ഈ ചില ബൈക്കൊക്കെ ആൾക്കാർ ഇറങ്ങിത്തള്ളി പമ്പിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ? മനസ്സിലായില്ല. കുറച്ച് മുമ്പേ അതേ റോട്ടിൽ കൂടെയാണ് തീ പാർന്ന് പോക്ക് പോയത്. ഇപ്പം തിരിച്ച് ബൈക്കിനെ കൊണ്ട് അവൻ പോവുക. കാര്യം എന്നാ, ഉന്തിയും തള്ളിയാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ അടുത്ത് സാധനമില്ല, അതാ എൻ്റെ കാര്യം. ഇതാ ഈ ആവേശം ഇല്ലാത്തവരെയും കൊണ്ട് സഭ നടത്തിയാലുള്ള കുഴപ്പം ഇതാണ്. എന്നാൽ ആവേശമുള്ളവരുണ്ടെങ്കിലുണ്ടല്ലോ, ആത്മാവുള്ളവനുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഇതിപ്പോൾ എൻ്റെ മിനിസ്ട്രിയുടെ 29ാം സംവത്സരമാണ്. 30ലേക്ക് ഞാൻ കിടക്കുക. ഈ 29 വർഷവും ഞാൻ സഭാ ശുശ്രൂഷകനാണ്. സഭയിലെ പാസ്റ്റർ എന്ന നിലയിലാണ് ഇവിടെ നിന്നുകൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടി ഞാൻ ശുശ്രൂഷിക്കുന്നു. സഭയുള്ളവനെ സഭയുടെ വേദന അറിയാൻ പറ്റൂ. ഹല്ലേലൂയ. 3-ാം ദിവസത്തെ യോഗം ഞാനിങ്ങനെ ഫ്രണ്ടിൽ ആവേശത്തോടിരിക്കുക. ഒരു ഗസ്റ്റ് സ്പീക്കർ വരുന്നുണ്ട്. അദ്ദേഹം ഒരു അനോയിൻറ്റഡ് ആയ ഒരു മനുഷ്യനാണ്. എൻ്റെ പിടിവള്ളി അതാ. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രാപിക്കും, ഉറപ്പാണ്. ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അദ്ദേഹം വരികയില്ല. വന്നാൽ തന്നെ പ്രസംഗിക്കാൻ നേരെ ഇരുന്നേക്ക് ഒരു അനൗൺസ്മെൻറ്റ് വന്ന്. അപ്പം തന്നെ എഴുന്നേറ്റ് ഞാൻ പോയി. നേരെ നിരാശയോടെ ഏറ്റവും പുറകിൽ ചെന്നിരിക്കുക. അപ്പോൾ എൻ്റെ പേരൻസ് ചോദിച്ചു, എന്തിനാണ് നീ പുറകോട്ട് വന്നേ? ഞാൻ പറഞ്ഞു, പുള്ളി വരത്തില്ലെന്ന് പറഞ്ഞു. നീ എപ്പോൾ പ്രാപിക്കാനാണ്? തമ്പുരാൻ ഇഷ്ടമുണ്ടേ തരട്ടെ.
അപ്പോൾ പറഞ്ഞു ഇല്ല 10 മിനിറ്റെങ്കിലും അദ്ദേഹം വന്നാൽ പ്രസംഗിക്കുമെന്ന് പറഞ്ഞില്ലേ, 10 മിനിറ്റ് വേണ്ടല്ലോ കർത്താവിന് നിന്നെ നിറയ്ക്കാൻ. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നേരത്തെ അങ്ങ് നിറച്ചുകൂടായിരുന്നു. ഇപ്പോൾ ഈ ലാസ്റ്റ് 10 മിനിറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പേരൻസുമായിട്ടൊരു ആർഗ്യുമെൻറ്റ്സായി. ഞാൻ നിരാശയായി, ഹൃദയം തകരുകയും. ഈ പ്രാപിക്കാനുള്ള ആവേശമുള്ളവന് പ്രാപിക്കാതിരിക്കുമ്പോൾ ഉള്ള വേദനയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാവുള്ളൂ. അങ്ങനെ ഏറ്റവും പുറകിൽ പോയി നിരാശയോടെ ഇരിക്കുമ്പോൾ അനൗൺസ്മെൻറ്റ് വന്ന ദൈവദാസൻ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് 10 മിനിറ്റ്സ് അദ്ദേഹം സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹം വന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഏറ്റവും പുറകിൽ നിരാശനായിട്ട് ഇങ്ങനെ ഇരിക്കുക. പരിശുദ്ധ അമ്മാവിനെക്കുറിച്ചൊന്നും അദ്ദേഹം പ്രസംഗിക്കുന്നില്ല, യേശുവിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം വന്നിട്ട് പറയുക, ബൈബിൾ തുറന്നിട്ടില്ല. അദ്ദേഹം പറയുക എനിക്ക് പ്രസംഗിക്കാൻ ടൈമില്ല. ആഫ്രിക്കയിൽ മിഷണറിയായി വേലയ്ക്ക് പോയ ഒരു മിഷണറിയുടെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുകയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസൻ പാസ്റ്റർ തോമസ് വേറിംഗ് എന്ന് പറയുന്ന ആഫ്രിക്കയിൽ 40 ആണ്ട് കർത്താവിൻ്റെ വേല ചെയ്ത ആ മനുഷ്യരെ നരഭോജികൾ എന്ന മണ്ണിൽ നിന്ന്, ആ ഏറിയയിൽ നിന്ന് ക്രിസ്തുവിലേക്ക് തിരിച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അനുഭവം അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, എനിക്കറിയത്തില്ല, ഞാൻ ഇരുന്ന ഇരിപ്പിൽ ഇരുന്നങ്ങ് ഉരുകാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എന്നിലെന്തോ സംഭവിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി ഒരു മാറ്റം. ഈ ഇളക്കപ്പെരുപ്പമൊന്നും അല്ലെന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇത് വന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇരുന്നുരുകുന്ന ഉരുക്കം അവരവർക്കേ അറിയത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് അച്ചാച്ചന്മാർ പറയുന്ന കേട്ടൊന്ന് ആമയും പറഞ്ഞ് വീട്ടിൽ പോകരുത്. ഇത് ഉലകത്തെ പടച്ചവൻ്റെ പവറാണ്. ഇത് ഉലകത്തെ പടച്ചവൻ്റെ പവറാ. ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയുന്നതല്ല. അവൻ്റെ ശക്തിയുടെ ഒരല്പം മാത്രമേ നാം തിരിച്ചറിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇന്ന് രാത്രി ഈ സഭയോട് ഞാൻ പറയുക, ഇഷ്ടാനുസരണം പങ്കുവെക്കുന്നവർക്ക് മൈക്കെടുക്കാനുള്ളതല്ല ഈ സഭ. പരിശുദ്ധാത്മാവാ നിന്നെ നയിക്കുന്നതെങ്കിൽ ഒരു ഉണർവിന് വേണ്ടി ആത്മാവിൽ സ്തോത്രം ചെയ്യുക. ഞാൻ കരയാൻ തുടങ്ങി. ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഒന്നുകൂടെ എനിക്കറിയാം. അദ്ദേഹം അനൗൺസ് ചെയ്തു, അപ്പനെ അമ്മയും നാടും വീടുമൊക്കെ വിട്ട് യേശു അയക്കുന്ന സ്ഥലത്ത് പോയി കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്താൻ വേണ്ടി പറഞ്ഞു. ഇത്രയും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞ അനൗൺസ്മെൻറ്റ് ഇതാണ്, അപ്പനെ അമ്മയും നാടും വീടുമൊക്കെ വിട്ട് കർത്താവ് പറയുന്ന ദേശത്ത് പോയി വേല ചെയ്യാൻ ആര് തയ്യാറുണ്ട്? ഞാൻ കരഞ്ഞുകൊണ്ട് കൈ ഉയർത്തുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. വേറെ ഒന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ പുറകിലല്ല, ആ വലിയ ഓഡിറ്റോറിയത്തിൻ്റെ, ആ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു ടർപ്പാള, നീല ടർപ്പാള വിരിച്ചിട്ടുണ്ട്. ആ ടർപ്പാളയും ഞാൻ വീണ് കിടന്നിട്ട് എഴുന്നേക്കുന്നതാണ് എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നത്. എൻ്റെ പേരൻസ് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. എൻ്റെ വസ്ത്രമെല്ലാം മോശമായിട്ടുണ്ട്. ഞാനിങ്ങനെ എഴുന്നേറ്റ് വരുന്ന അവരോട് സംസാരിക്കുന്നത് അന്യഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് തന്നെ മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ഞാൻ പുറകിലാണ് നിൽക്കുന്നത്, പക്ഷെ ഞാൻ എഴുന്നേക്കുന്നത് ഫ്രണ്ടിൽ നിന്നാണ്. ഇതിനേക്കാൾ നീളമുള്ളൊരു ഓഡിറ്റോറിയം. എൻ്റെ ചിന്ത ഞാൻ എങ്ങനെ ഫ്രണ്ടിൽ വന്നു എനിക്ക് പിടുത്തം കിട്ടണില്ല. ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ട് അവരോട് ചോദിക്കുന്നത് എന്താ സംഭവിച്ചേ? അവർ രണ്ടുപേരും നിന്ന് വാവിട്ട് കരയുക സന്തോഷം കൊണ്ട്. കാര്യം 4-5 വർഷമായിട്ട് ഞാനിങ്ങനെ ബാല്യപ്രായം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ആവലോടെ ഞാൻ അധ്വാനിക്കുക, പ്രാർത്ഥനയിൽ കിട്ടുന്നില്ല. അവർ പറഞ്ഞു, നീ അപ്പനെ അമ്മയും നാടും വീടുമെല്ലാം വിട്ട് കർത്താവിൻ്റെ വേല ഒരു മിഷണറിയായി ചെയ്യാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ നീ കരഞ്ഞുകൊണ്ട് എഴുന്നേക്കുന്നത് അന്യഭാഷ പറഞ്ഞുകൊണ്ടാ. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ എങ്ങനെ ഇവിടെ വന്നത്? അവർ പറഞ്ഞു, ഒരു പന്ത് വലിച്ചെറിഞ്ഞാൽ എങ്ങനെയാ പരിശുദ്ധാത്മാവ് നിന്നെ വലിച്ചെറിയായിരുന്നടാ എന്ന് പറഞ്ഞപ്പോൾ 17 വയസ്സുള്ള എനിക്ക് അങ്ങനെയൊന്നും ബോധമില്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, ആ 17ാമത്തെ വയസ്സിൽ എന്നെ തൊട്ടത് കൊണ്ട് ഇന്ന് രാത്രിയും ഇവിടെ നിന്നുകൊണ്ട് അവനെ മാത്രം ഉയർത്തുവാൻ, അവനെ മാത്രം പറയുവാൻ. ഓർമ്മയുണ്ടോ സഹോദരങ്ങളെ? ആദ്യമായി ആത്മാവ് നിന്നെ തൊട്ട സമയം നീ ഇങ്ങനല്ല കൈയടിച്ച്, നീ ഇങ്ങനല്ല ദൈവത്തെ ആരാധിച്ച്. നീ കൈയടിച്ചു കഴിഞ്ഞാൽ ആര് കൈയടി നിർത്തിയാലും നീ കൈയടി നിർത്തത്തില്ല. കൈ രണ്ടും പൊട്ടി ചോര വന്നാലും നീ ആരാധിച്ചുകൊണ്ടിരിക്കും. കാര്യം എന്താണെന്നറിയാമോ? ഇത് കടമ തീർക്കുകയല്ല, കടപ്പാട് തീർക്കുകയല്ല, പാസ്റ്ററെ പ്രസാദിപ്പിക്കുകയല്ല. അകത്ത് ശക്തി വന്നപ്പോ
Ralabakana baba. Yes. Ora shamdalaya bakana. Ralabakandalaya bashamdalaya bakana. Turalabaga bashamdalaya bakana. Yes, Lord. Majesty. Rahima lakada ragaba. അന്ന് നിന്നെ കൺട്രോൾ ചെയ്യാൻ പാടായിരുന്നു. നീ ആരാധിച്ചു തുടങ്ങിയ ചിലപ്പം മുട്ടുമടക്കിയിരുന്ന് ആരാധിക്കുന്നത് ഇന്നല്ലേ കസേരയൊക്കെ ആയത്. മുട്ടുമടക്കിയിരുന്ന് ആരാധിച്ച് മുട്ടയിരുന്ന് നൃത്തം ചവിട്ടി മുട്ട് രണ്ടും പൊട്ടി മുണ്ടിൽ ചോര വന്നാൽ പോലും പാസ്റ്റേഴ്സ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിനക്ക് ഭൂതമാണെന്ന്. കാര്യം നിന്റെ മേൽ ശക്തി ഇറങ്ങിയപ്പോ നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. നിന്റെ മാനുഷിക ബുദ്ധിയിൽ പരിശുദ്ധാത്മാവിനെ അളക്കരുത്. മാനുഷിക ബുദ്ധിയിൽ പരിശുദ്ധാത്മാവിനെ ഒതുക്കരുത്. കിട്ടത്തില്ല. ഇത് വേറെയാ. ചിലരൊക്കെ പരിശുദ്ധാത്മാവ് അങ്ങ് തൊട്ടപ്പോ വലിച്ചെറിയുകയായിരുന്നു. കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പലരും നിന്നെക്കുറിച്ച് കമന്റ് പറഞ്ഞിട്ടും നിനക്ക് സന്തോഷമായിരുന്നു. അന്ന് നീ ആരാധന നിർത്തിയില്ല. അന്ന് അന്യഭാഷ നിർത്തിയില്ല. അന്ന് ഇത്രയൊന്നും പ്രസ്റ്റീജിന്റെ കാര്യം ചിന്തിച്ചിട്ടു പോലുമില്ല. അന്ന് നിനക്ക് ചിന്ത ഒറ്റയാളായിരുന്നു, നിന്നിൽ വ്യാപരിച്ച ശക്തി. ഇന്ന് രാത്രി കർത്താവ് ഹൃദയം തകർന്ന ആത്മാവിൽ എന്നിൽ കൂടി ചോദിക്കുകയാ, ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കാമോ അതുപോലെയൊരു സ്പർശന പറ്റുമോ? ജെന്റിൽമാൻമാരെ കണ്ടോണ്ടിരിക്കാതെ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുക, ഞാൻ ഒന്നുകൂടെ ഒന്ന് തൊട്ടാൽ കമോൺ ആമേൻ പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? ഒന്നുകൂടെ ഒന്ന് തൊട്ടാൽ ഒന്നുകൂടെ ഒന്ന് തൊടാൻ പോവാ കർത്താവ്. സെക്കൻഡ് ടച്ച്. ഈ ദൈവസഭയുടെ ഉണർവിന്റെ രണ്ടാം ഘട്ടം തുടങ്ങാൻ പോകുകയാ. അവര് കേൾക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് വന്നു. അവര് കേട്ടു. അവരിൽ നിറയത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് വന്നു. ആ വീട് മൊത്തം നിറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവിൻ്റെ ദാസൻ പ്രിയ ഷൈൻ അല്ലേ പേര്, ഷൈൻ. അദ്ദേഹം വർഷിപ്പ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ എത്ര ഡെപ്തായൊരു ദൈവസാന്നിധ്യമായിരുന്നു. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ മേൽ ദൈവം പകർന്ന പ്രസൻസാണ്. മോസസിനോട് എന്താ കർത്താവ് പറഞ്ഞ? മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് യു. മൈ പ്രസൻസ്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിനക്ക് റെസ്റ്റ് തരാൻ പോവാ. ഞാൻ നിനക്ക് സ്വസ്ഥത തരാൻ പോവാ. എന്താ അതിൻ്റെ അർത്ഥം? നീ ഇനി ഒന്നും ചെയ്യണ്ട, മാറിയിരുന്നോ, ചുമ്മാണ്ട് കിടന്നുറങ്ങിക്കോ എന്നല്ല. പ്രസൻസിൽ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാ. ഒറിജിനൽ റെസ്റ്റ്, വിശ്രാമം, ആത്മാവിൻ്റെ പ്രസൻസ് കൊണ്ട് ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുകയാ. തിരിച്ചറിയ മോസസ്, നിനക്ക് ലക്ഷ്യങ്ങളെ നയിക്കാനൊക്കില്ല, പക്ഷെ എൻ്റെ സാന്നിധ്യത്തിന് പറ്റും. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, പ്രസൻസ് ക്യാരി ചെയ്യുന്ന ദൈവദാസന്മാർ എഴുന്നേറ്റാൽ ആളിൻ്റെ എണ്ണം പ്രശ്നമല്ല, പ്രസൻസ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്തുകൊള്ളും. ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 20 വചനം പോൾ പറയുന്നുണ്ട്, ഞാൻ സ്പിരിറ്റിൽ അറസ്റ്റ് വരിക്കപ്പെട്ടവനായി ജെറുസലേമിലേക്ക് പോകുന്നു. ആത്മാവ് എന്നെ അറസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഈ സഭയെ അങ്ങനെയൊന്ന് ബ്ലെസ് ചെയ്യാൻ പോവാ.
ആത്മാവിൽ അറസ്റ്റ് ചെയ്തവർ ഇവിടെ ആരാധിക്കാൻ പോകുകയാ. ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ മോസസിനെ പ്രസൻസ് അറസ്റ്റ് ചെയ്തെങ്കിൽ ന്യൂ ടെസ്റ്റമെൻറ്റിലെ പോളിനെ സ്പിരിറ്റ് അറസ്റ്റ് ചെയ്തു. എത്ര പേർക്ക് ആത്മാവിലൊന്ന് അറസ്റ്റ് വരിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്? സ്പിരിറ്റ് നിന്നെ അറസ്റ്റ് ചെയ്ത നിൻ്റെ ഇടത്താരിരിക്കുന്നു വലത്താരിരിക്കുന്നു നിനക്കത് പ്രശ്നമല്ല. ആത്മാവ് നിന്നെ അറസ്റ്റ് ചെയ്തു പോയാൽ പിന്നെ 100% കൺട്രോൾ പരിശുദ്ധാത്മാവിനാണ്. എന്നോട് ചേർന്ന കര ഉയർത്തി കർത്താവിനോട് പറ, ഹോളി സ്പിരിറ്റ് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യണമേ. കമോൺ, വൺ മോർ ടൈം, ഒരിക്കൽ കൂടി എന്നെ ഒന്ന് ആത്മാവിൽ ഒന്ന് അറസ്റ്റ് ചെയ്യണമേ. ഞാനതുകൊണ്ട് എപ്പോഴും പറയും, പൗലൂസിൻ്റെ കയ്യെ സ്പിരിറ്റ് അറസ്റ്റ് ചെയ്താൽ ആ കയ്യെ പാമ്പ് കൊത്തിയാലും വെറുതെയാണ്. ആത്മാവിൽ അറസ്റ്റ് വരിക്കപ്പെട്ടവർക്കായി സ്തോത്രം പറഞ്ഞേ ആമേൻ. മൂന്നാമത് ആമേൻ, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ കണ്ടെന്നാണ് വായിക്കുന്നത്. ആദ്യം അവർ കേട്ടു, പിന്നെ അവരിൽ നിറഞ്ഞു. 3 അവർ കണ്ടു. എല്ലാവരും ചേർന്ന് പറ, കണ്ടു. എന്താ കണ്ടത്? അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് തീയല്ല, തീ പോലെയാണ്. പരിശുദ്ധാത്മാവ് കാറ്റല്ല, കാറ്റ് പോലെയാണ്. പരിശുദ്ധാത്മാവ് പ്രാവല്ല, പ്രാവ് പോലെയാണ്. ഈ 3 പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ കാറ്റല്ല, കാറ്റ് പോലെയാണ്. അവൻ തീയല്ല, പിന്നെ തീ പോലെയാണ്. അവൻ പ്രാവല്ല, പിന്നെ പറയൂ വായി തുറന്ന്, പ്രാവ് പോലെ. അപ്പോൾ എന്താ കർത്താവിനോട് പറയേണ്ടത്? ഹോളി സ്പിരിറ്റിന് എങ്ങനെയാണോ ഇറങ്ങാൻ ആഗ്രഹം അതുപോലെ എന്നിലൊന്ന് വെളിപ്പെടണം. തീ പോലെയാണോ? ആമേൻ. കാറ്റ് പോലെയാണോ? ചേർന്ന് പറ ആമേൻ. എങ്ങനെ അവൻ ഇറങ്ങാൻ ആഗ്രഹമുണ്ടോ അവനതങ്ങനെ ചെയ്യണം. അതിന് നമ്മൾ വില്ലിങ് ആയിരിക്കണം. എവിടെയെല്ലാം ഉണർവ് സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കാണത്തക്കവണ്ണം ദൈവത്തിൻ്റെ തീയുടെ ഒരു പ്രദർശനം ഉണ്ടായിട്ടുണ്ട്. ഈ ഫസ്റ്റ് പെന്തക്കോസ്റ്റ്, ആക്സിലെ പെന്തക്കോസ്റ്റ് ഫസ്റ്റ് പെന്തക്കോസ്റ്റാണ്. അതിനുശേഷം വേൾഡ് വൈഡായിട്ട് നടന്ന സെക്കൻഡ് പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അസൂസ സ്ട്രീറ്റിലെ ഉണർവാണ്. അസൂസ സ്ട്രീറ്റിലെ ഉണർവിൽ ദൈവം ഉപയോഗിച്ചത് ഒരേ ഒരു മനുഷ്യനെയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് വില്യം ജെ സെയ്മൂർ. സത്യത്തിൽ ഉണർവുണ്ടാകാൻ ദൈവത്തിന് വേണ്ടത് 1000 പേരൊന്നും വേണ്ട, 100 പേര് ദൈവത്തിന് വേണ്ട. ഉണർവുണ്ടാകാൻ ദൈവത്തിന് വേണ്ടത് ഒറ്റയാണ്. ആശയം പിടികിട്ടിയോ? ഉണർവിന് എത്ര പേര് വേണം ദൈവത്തിന്? ഒറ്റയാൾ മതി ദൈവത്തിന്. ഇതിൻ്റെ അകത്ത് ഒരാൾ വില്ലിങ് ആണോ എന്നൊരു ചോദ്യമുണ്ട് ദൈവത്തിന്. അവരെ ഇവരെ കൂട്ടുപിടിച്ചിട്ടല്ല ഉണർവുണ്ടാകുന്നത്. കൂട്ടുപിടിച്ചുള്ള ഉണർവ് ദൈവത്തിന് വേണ്ട. ഒരാൾ പ്രാർത്ഥനയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ അവനു വേണ്ടി 4 ദിക്കിൽ നിന്നും ജനത്തെ ഓടിച്ചു കൊണ്ടുവരുന്നതാ ന്യൂ ടെസ്റ്റമെന്റ് റിവൈവൽ. വില്യം ജെ സെയ്മൂർ അദ്ദേഹം ചാൾസ് പെർഹാം എന്ന് പറയുന്ന കർത്തൃദാസൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. തൻ്റെ ലീഡറാണ് ചാൾസ് പെർഹാം. ഹൂസ്റ്റണിലെ, ടെക്സാസിലെ, ഓർച്ചഡിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ പാസ്റ്റർ ചാൾസ് പെർഹാം. അദ്ദേഹത്തിൻ്റെ ഒരു ബൈബിൾ സ്കൂളും കൂടിയുണ്ട്. ആ ബൈബിൾ സ്കൂളിൻ്റെ അകത്ത് പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ്റെ കാര്യം ലീഡറോട് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് വെള്ളക്കാരുടെ കൂടെ കറുത്ത വർഗ്ഗക്കാർക്ക് ഇരുന്ന് പഠിക്കാനൊക്കത്തില്ല. വില്യം ജെ സെയ്മൂർ ഒരു ബ്ലാക്കാണ്. അദ്ദേഹത്തിന് ഒരിക്കലും വൈറ്റ്സിൻ്റെ കൂടെ ഇരുന്ന് എന്ത് ചെയ്യാനൊക്കത്തില്ല, പഠിക്കാനൊക്കത്തില്ല. ചാൾസ് പെർഹാം പറഞ്ഞു, ഐം സോറി, എനിക്ക് അഡ്മിഷൻ തരാൻ ആഗ്രഹമുണ്ടെങ്കിലും നിയമം അനുശാസിക്കുന്നില്ല. അതുകൊണ്ട് നിനക്ക് എൻ്റെ ബൈബിൾ സ്കൂളിൽ ചേർന്ന് പഠിക്കുകയോ ഒക്കത്തില്ല. 5-6 മാസത്തെ ക്ലാസ്സാണ്, പറ്റത്തില്ല, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുടനെ വില്യം ജെ സെയ്മൂർ പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണേ. ക്ലാസ് നടന്നോട്ടെ, അഡ്മിഷനൊന്നും എനിക്ക് വേണ്ട, ഞാൻ പുറത്ത് നിന്ന് പഠിച്ചോളാം. ക്ലാസ് അകത്ത് നടക്കട്ടെ, ഞാൻ പുറത്ത് നിന്ന് പഠിച്ചോളാം. വില്യം ജെ സെയ്മൂർ അകത്തിരുന്നല്ല പഠിച്ചേ, പുറത്ത് നിന്ന് കേട്ടു പഠിച്ചതാ. എൻ്റെ പൊന്നു സാറേ, ഉണർവിന് വേണ്ടത് കളറല്ല, പവറാണ്. കമോൺ കമോൺ കമോൺ. എത്ര പേർക്ക് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ കഴിയും? ഉണർവിന് വേണ്ടത് കളറല്ല, പവറാണ്. മനുഷ്യൻ പറയുന്ന ഔട്ട്വേർഡ് അപ്പിയറൻസ് ഒന്നും കർത്താവിന് വേണ്ട. കർത്താവിന് അവൈലബിൾ ആയിട്ട് ഒരാളെ കിട്ടിയാൽ ആ വ്യക്തിയെ കൊണ്ട് രാജ്യങ്ങളെ ചലിപ്പിക്കാൻ ഇന്നും അവൻ തയ്യാറാണ്. അങ്ങനെ പഠിച്ച ആ കർത്തൃദാസൻ
അങ്ങനെയാണ് കാലിഫോർണിയയിൽ പോകുന്നത്. മസൂസ സ്ട്രീറ്റിൽ ചെന്ന് ബോണിബ്ര എന്ന് പറയുന്ന ഒരു വീട് എടുത്തു താമസിക്കാൻ വേണ്ടി തുടങ്ങി. ആ ബോണിബ്ര എന്ന് പറയുന്ന വീടിൻ്റെ അകത്തിരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ്, ഇവിടുത്തെ റോഡ് പോലെ, ആ റോഡിന് ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു വീട്. ആ വീടിൻ്റെ അകത്തുനിന്ന് പ്രാർത്ഥന ഉയരുന്നുണ്ട്. കാര്യം 2 ലേഡീസ് ആ വീടെടുത്ത് താമസിക്കുക. എന്തിനാ അവർ താമസിക്കുന്നറിയാമോ? ഹോളി സ്പിരിറ്റ് അവരോട് പറഞ്ഞു ഈ സ്ട്രീറ്റ് റിവൈവൽ നടക്കുമെന്ന്. അതുകൊണ്ട് വില്യം ജെ സെയ്മൂർ ചെല്ലുന്നതിന് മുമ്പ് ദൈവശബ്ദം കേട്ട് 2 സ്ത്രീകൾ അവിടെ ചെന്നിരുന്ന് 2 കർത്തൃദാസിമാരിരുന്നങ്ങ് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ്. എൻ്റെ വാത്സല്യ സഹോദരിമാരെ, പ്രസംഗം ഇതുവരെ ഉണർവ് കൊണ്ടുവന്നിട്ടില്ല. ഉണർവ് കൊണ്ടുവന്നത് പ്രാർത്ഥനയാണ്. ദയവ് ചെയ്ത് മൈക്ക് കയ്യിൽ കിട്ടിയില്ല എന്നോർത്തൊന്നും വിഷമിക്കേണ്ട. മൈക്കിക്കോടെ അല്ല ഈ ഉണർവൊന്നും ഉണ്ടായിരിക്കുന്നത്. പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കി മണിക്കൂറുകൾ ആത്മസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ച ഭക്തന്മാർ മുഖാന്തരമാണ് ഇതുവരെ ലോകം ചലിച്ചിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയുടെ അഭിഷേകമുള്ള ദൈവമക്കളുണ്ട്. ഇവിടെ നമ്മുടെ നല്ലൊരു സഹോദരൻ ഏറ്റവും നന്നായിട്ട് ഈ കീബോർഡ് പ്ലേ ചെയ്യുന്നുണ്ട്. ആ ബോണിബ്ര വീടിൻ്റെ അകത്തൊരു പിയാനോ വെച്ചിട്ടുണ്ട്. ഒന്നും അറിയാൻ വയ്യാത്ത ഈ മനുഷ്യൻ ആ കീയലൊക്കെ തൊട്ടങ്ങ് പാടുകയും ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള സഹോദരിമാർ വന്നിട്ട് പറഞ്ഞു, ദൈവദാസനെ എനിക്ക് പിയാനോ വായിക്കാൻ അറിയാം, സാറ് പാടിയാൽ മതി, ഞാൻ വായിച്ചോളാം. അപ്പോൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവർ വന്നത് അങ്ങോട്ട് വായിക്കാനും തുടങ്ങി. അദ്ദേഹം ആത്മാവിൽ അങ്ങോട്ട് പാടാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനേറെ 10-12 സ്റ്റെപ്പ് ഇങ്ങനെ ചവിട്ടി കയറി വരണം ബോണിബ്ര വീടിൻ്റെ അകത്തേക്ക്. ആ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹം കൈ ഉയർത്തി ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ റോട്ടിൽ ദൈവശക്തി ഇറങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവശക്തി ഇറങ്ങുക. നമ്മൾ പറയും ഇളക്കപ്പെരുപ്പ് ഒന്നും അല്ലെന്ന് പറയും, പക്ഷേ റോട്ടിലുള്ള ആൾക്കാർ നിലത്ത് വീഴാൻ തുടങ്ങി. രോഗിയാണെങ്കിൽ സൗഖ്യമാകാൻ തുടങ്ങി. നിലത്ത് വീഴുന്നവൻ അന്യഭാഷ പറഞ്ഞ് ചാടി എഴുന്നേക്കാൻ തുടങ്ങി. ആ റോഡ് മുഴുവൻ ബ്ലോക്കായി ജനത്തെ കൊണ്ട് നിറയുകയാ. ഇദ്ദേഹം കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവശക്തി അങ്ങോട്ട് പ്രവഹിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നവൻ കൈ ഉയർത്തിയ അമരത്ത് നാഥൻ കൈ ഉയർത്തിയപ്പോൾ കടല് പോലും ശാന്തമായെങ്കിൽ അവൻ അകത്തുള്ളതിനാൽ ആ ശക്തി പ്രാപിച്ച ഒരു ഭക്തൻ കൈ ഉയർത്തിയപ്പോൾ തന്നെ ദൈവശക്തി വെളിപ്പെടാൻ തുടങ്ങി. രോഗബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങി. തളർവാദ രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. രോഗികളെ കൊണ്ടുവന്ന് ആ സ്ട്രീറ്റിൽ അത്ഭുതകരമായ സൗഖ്യം നടക്കാൻ തുടങ്ങി. കാര്യ ഇന്ന് രാത്രി ഞാൻ കൈമാറുന്നു, ഒറ്റ വ്യക്തി ദൈവശക്തിയാൽ നിറഞ്ഞ ഒരു ഇംപാർട്ടേഷൻ ഉണ്ടാകും. ദൈവത്തിന്റെ അഗ്നി, ലിറ്ററലി ഫയർ, ബോണിബ്ര വീടിന്റെ അകത്ത് ചലിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാ. അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ജനമെല്ലാം അന്യഭാഷകളിൽ നിറയാൻ തുടങ്ങി. 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് ജനം ഓടി 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 അവിടെ എത്തി. അത് 2ാം പെന്തക്കോസ്തായിരുന്നു. എങ്കിൽ ഞാൻ പറയുന്നു, 3ാം പെന്തക്കോസിന്റെ ടൈം ആയി കഴിഞ്ഞു. തേർഡ് പെന്തക്കോസിന്റെ ടൈം എത്തിക്കഴിഞ്ഞു. എൻ്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ 3ാം പെന്തക്കോസിന്റെ റിവൈവൽ ആത്മപകർച്ചയായി വെളിപ്പെടുന്നത് എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യും? ലോർഡ്, അത് തിരുവനന്തപുരത്ത് നടക്കട്ടെ. ധിരാലാര ധിരാലാര ഷഹിബാല ഷഹിബാല ധിരാലബാര ബഹതരി ബലാസ. യെസ്, ഞാൻ ആത്മാവിൽ നന്നായി മനസ്സിലാക്കുന്നു, ദൈവശക്തി നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുന്ന ചിലർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ദൈവശക്തി നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുന്ന ചിലർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. അവരോട് ഞാൻ പറയുന്നു, സൂക്ഷിച്ചുകൊള്ളുക ദൈവശക്തിയെ. അത് വലിയ വിപ്ലവമായി മാറാൻ പോകുകയാ. ഒരു ദൈവ പ്രവൃത്തിയായി മാറാൻ പോകുന്നു. ഇവാൻ റോബർട്ട്സിന്റെ കാലത്ത് വെയിൽസിൽ ഉണ്ടായ ഉണർവും അങ്ങനെ തന്നെയാണ്.
100,000-ഓളം പേരാണ് പോയി പാപബോധത്തോടെ യേശുവിനെ ഏറ്റു പറഞ്ഞത്. 1 വർഷം നീണ്ടു നിന്ന റിവൈവ്. എന്തിനാ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിൽ പണ്ഡിത രമാഭായിയുടെ കാലത്ത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തി ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയായി മാറിയ പണ്ഡിത രമാഭായി യേശു കർത്താവിനെക്കുറിച്ചുള്ള സ്നേഹം കുഞ്ഞുങ്ങൾക്ക് ഓതിക്കൊടുത്ത് ആ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ തൻ്റെ മകളെയും കൂടി വളർത്തിയെടുത്ത് ആഫ്രിക്കയിൽ നിന്നൊരു മിഷണറി വനിത ഫാമിലിയായിട്ട് അവിടെ വന്ന് ആ മകളെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ട് അവരും കൂടി ഇരുന്നങ്ങ് പ്രാർത്ഥിക്കുക. ഒരു രാത്രി 8, 10, 12 വയസ്സുള്ള 2000-ഓളം കുഞ്ഞുങ്ങൾ ആ ഖേഡ്ഗാവിൽ മുക്തി മിഷനിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു തുടങ്ങി. രാത്രി 10 മണി രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് 10, 11 11, 12 12, 1 1, 2. ഓർക്കുക, മെച്ചുവറായിട്ടുള്ള ആരും അവിടെ ഇല്ല. 8, 10, 12 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മാത്രമെന്ന് ഓർത്തോണം. പ്രാർത്ഥനയാ ഉണർവ് കൊണ്ടുവരുന്നേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഒരു കൊച്ച്, ആ കൊച്ചിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കുഞ്ഞൊരു പെൺകുഞ്ഞ്, അവിടെ തലയിൽ തീ കത്തുന്നത് കണ്ടു. പെട്ടെന്ന് ഈ കുഞ്ഞ് ഓടി ബാത്റൂമിലേക്ക് ഓടി ഒരു ബാൾട്ടി, ഒരു ബക്കറ്റ് വെള്ളം കോരി എടുത്തുകൊണ്ട് ഓടി വരിക. എന്തിനാണെന്നറിയാമോ? ആ കൊച്ചിൻ്റെ തല തീ കണ്ടിട്ട് കോരി ഒഴിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ വന്നപ്പോൾ തീ കാണാനില്ല. എല്ലാവരും വാവിട്ട് കരയുക. ഈ കൊച്ചിങ്ങനെ നോക്കിയപ്പോൾ അലറി കരഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളുടെ നടുവിൽ ഇറങ്ങണേ. 8 വയസ്സുള്ള കൊച്ചിന് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ എന്നാ അറിയാം? 10 വയസ്സുള്ള കൊച്ചിന് എന്നാ അറിയാം? അറിവില്ലാതിരിക്കുക നല്ലത്. നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകാമെങ്കിൽ ഹോളി സ്പിരിറ്റ് നിന്നെ കയ്യിൽ വഹിച്ചുകൊണ്ട് പോകും. നിന്റെ അറിവ് കൊണ്ട് അവനെ ബന്ധിച്ചൊതുക്കാതെ ഇന്ന് രാത്രി പിടി വീട് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക്. ആമേൻ. എന്നിട്ട് ഈ കൊച്ചെന്ത് ചെയ്യുന്നറിയാമോ? ആ അർദ്ധരാത്രിയിൽ ആ മിഷണറി വനിത കിടന്നുറങ്ങുന്ന റൂമിൽ ചെന്ന് മുട്ടിയിട്ട് പറഞ്ഞു, ആൻറ്റി 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 എന്തോ സംഭവിക്കുന്നു, ഓടി വരണം കേട്ടോ എന്നാ പറയേണ്ടത് നോർമലി. പക്ഷേ ആ 8 വയസ്സുള്ള കൊച്ച് ഓടിച്ചെന്ന് റൂം മുട്ടി. ആ മിഷണറി വന്ന് ഡോറ് തുറന്നു. എന്താ മോളെ ചോദിച്ചപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് വാ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങിയിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? 8 വയസ്സുള്ള കൊച്ചിനും പരിശുദ്ധാത്മാവിനെ അതിൻ്റെ ഒറിജിനാലിറ്റി ബോധ്യമാക്കി കൊടുക്കുക ഉണർവിൽ. ഇന്ന് രാത്രി നിന്റെ തലച്ചോറ് നിറഞ്ഞിരിക്കുന്ന അറിവുകളുടെ ഫയല് ഫോർമാറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയണം, ലോർഡ്, അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നീ എന്നെ ഒന്ന് തൊട്ടേ മതിയാകെയുള്ളൂ. ആ വനിത വന്ന് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വാവിട്ട് കരയുക. ദൈവശക്തി ഇറങ്ങിയിട്ടുണ്ട്. ആ വനിത ഇങ്ങനെ കാതോർത്ത് നോക്കിയപ്പോൾ എല്ലാവരും ഒരേപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 1, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങണേ. 2, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ നടുവിൽ ഉണർവയക്കണേ. 3, പരിശുദ്ധാത്മാവേ ആ ഉണർവ് ഇന്നയക്കണേ. ഓ സ്തോത്രം 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 സ്തോത്രം. ആ പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിച്ചേ. 8 വയസ്സുള്ള കൊച്ചേ, 10 വയസ്സുള്ള പിള്ളേര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങണമേ. 2, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ നടുവിൽ ഉണർവയക്കണേ. 3, പരിശുദ്ധാത്മാവേ ആ ഉണർവ് ഇന്നയക്കണേ. എന്ന് വെച്ചാൽ നിന്റെ പഠിച്ചു പഴകിയ പ്രാർത്ഥനയേക്കാൾ നിന്നെ കൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിപ്പിക്കുന്ന പ്രാർത്ഥന. ഒന്നുകൂടെ പറയുന്നു, പഠിച്ചു പഴകിയ പ്രാർത്ഥനയേക്കാൾ, പഠിച്ചു പഴകിയ പല്ലവിയേക്കാൾ ഇന്ന് രാത്രി നിന്നെ കൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിപ്പിക്കുന്ന ഒരാത്മാവിന്റെ തലം തുറന്നാൽ എത്ര പേർ ഇന്ന് രാത്രി ആ നാവൊന്ന് അവന്റെ കയ്യിലേക്ക് കൊടുക്കും? അറബി അംദൽ ഖമനി റഗദലയ പ്രൗശസിയാജ ചുടലയ മനഗധരിക ബദജലക ബൗശംദലാദരാദര അർത്ഥ മനഗദല വൈശംദല ദിഗർത്ഥനി സമസ്ത.
എന്തിനേറെ നമ്മുടെ മലയാളിയായ അതിശക്തനായ പ്രവാചകനായ വാര്യാപുരം യോനാച്ചാൻ്റെ ബ്രദർ റായ്പൂരിൽ ഛത്തീസ്ഗഡിൽ ഒരു ഓടിട്ട വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ആ വീടിൻ്റെ മുകളിൽ, ഓടിൻ്റെ മുകളിൽ തീ കത്തിയിറങ്ങി. ഛത്തീസ്ഗഡിൽ ഒത്തിരി മിഷനറിമാർ മുറിവേൽക്കുന്നുണ്ട്, പലരും കൊല്ലപ്പെടുന്നുണ്ട്. ഛത്തീസ്ഗഡ് പെർസിക്യൂഷൻ്റെ ലാൻഡാണ്. ഒത്തിരി മിഷനറിമാർ അവിടെ ജയിലിൻ്റെ അകത്ത് കിടക്കുകയാണ്. ഇതുപോലെയുള്ള ഗ്യാതറിങ് അവിടെ ബാൻ ചെയ്ത് കഴിഞ്ഞു, സഭകൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. 5-6 പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിരോധിച്ചു കഴിഞ്ഞു. ഒരു സൺഡേ പോലും അവിടെ ആരാധന ഇല്ലാതെയാക്കി. ഇന്നത്തെ ഛത്തീസ്ഗഡിൻ്റെ അന്തരീക്ഷം ഞാൻ പറയുക. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ തീ അത് പൊട്ടിക്കും. ഛത്തീസ്ഗഡിൽ അന്ന് ആ ദൈവദാസൻ്റെ കാലത്ത് തീ കത്തിയെങ്കിൽ വരാൻ പോവാ ഛത്തീസ്ഗഡ് റിവൈവലിൻ്റെ ലാൻഡായി മാറാൻ പോകയാ. ധുരാലബാര ശന്തരാധരാധര സാരാലബ ഖന്ദരബ. ഛത്തീസ്ഗഡിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ പോയൊന്നും മീറ്റിംഗ് നടത്തി പ്രീച്ച് ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ജാർഖണ്ഡിലും അതുപോലെയുള്ള ഇൻഡോറിലുമൊക്കെ ചെല്ലുന്ന സമയത്ത് ഛത്തീസ്ഗഡിൽ നിന്ന് ഒത്തിരി പേര് യാത്ര ചെയ്ത് അവിടെ വരിക. കാര്യം അതുപോലെ മീറ്റിംഗ് നടത്താനും ഒക്കത്തില്ല. പക്ഷെ അവരുടെയൊക്കെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാമോ? അവരെല്ലാം ആത്മാവിൽ ഭയങ്കര ശക്തരാണ്. സ്പെഷ്യലി അവിടുത്തെ സഹോദരിമാർ തീ പിടിച്ചാൽ നിൽക്കുന്നത്. അതൊരു ലേഡി എന്നോട് പറഞ്ഞൊരു കാര്യം, ഉറപ്പാ പാസ്റ്ററെ പെർസിക്യൂഷൻ എനിക്കുണ്ടാകുമെന്ന് ഉറപ്പാ, പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, എന്തും നേരിടാൻ ഞാൻ തയ്യാറാണ്. കാര്യം ഞാൻ പെർസിക്യൂഷൻ നടക്കുന്നതിൻ്റെ തൊട്ട് നടുക്കാൻ ഞാൻ താമസിക്കുന്നു. ഏത് സമയത്തും എന്തും സംഭവിക്കാം. പക്ഷേ എൻ്റെ മേലൊരു അഭിഷേകമുണ്ട് പാസ്റ്ററെ. ആ തീ ഛത്തീസ്ഗഡിനെ അട്ടിമറിക്കുന്നത് ഞാൻ കാണും. ഒരു ഹിന്ദിക്കാരി സ്ത്രീയുടെ സാക്ഷിയാണ് ഞാനീ പറയണത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് മുഖം പാടുന്നവർക്ക് പറ്റിയ പണിയല്ല ഈ ഉണർവിൻ്റെ പണി. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ഹേ സഹോദരിമാരെ, അയൺ ലേഡിയായി നിൽക്കണം. ഒരു ഇരുമ്പ് ഉരുക്ക് വനിതയെ പോലെ ആത്മാവിൽ ശക്തിയുള്ളവളായി നിൽക്കാമെങ്കിൽ ഈ തലമുറയ്ക്ക് നിന്നെ ആവശ്യമാ. സ്വന്തം ഭർത്താവിനെ കൺമുമ്പിലിട്ട് വെട്ടി മുറിച്ച് കൊന്ന് 2 കുഞ്ഞുങ്ങളെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അലമുറയിട്ട് ഭർത്താവിൻ്റെ ചേതനയറ്റ ശരീരം ഇങ്ങനെ പീസി പീസായി കിടക്കുന്നത് കണ്ട് അലമുറയിട്ട് വാളോങ്ങി നിൽക്കുന്ന കാപാലികർ മേലാൽ ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നാൽ നിനക്കും സ്ഥിതി ഇതാന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പലായനം ചെയ്യുന്ന ഒരു വിധവയായ കർത്തൃദാസിയെ മനസ്സിൽ കാണാവോ? ഓർമ്മയുള്ളിടത്തോളം കാലം ഭർത്താവ് പീസ് പീസായി കിടക്കുന്നത് കൺമുമ്പിൽ നിന്ന് മായുകയല്ല. ആ 2 കൊച്ചു കുഞ്ഞുങ്ങളെയും തോളിൽ വഹിച്ച് കരഞ്ഞുകൊണ്ട് നടന്നു പോയവൾ ദൈവസന്നിധിയിൽ ആ വീട്ടിലിരുന്ന് അലമുറയിട്ട് കരയുമ്പോൾ ചില ദിവസങ്ങൾക്ക് ശേഷം ആ മുറിയിൽ വന്നു നസറായനായ യേശു. ഒരൊറ്റ ചോദിക്കുന്ന, മോളെ ഭയപ്പെട്ടിരിക്കുകയാണോ? ഉടനെ പറഞ്ഞു, ഉവ്വ് ഭയപ്പെട്ടിരിക്കുക. ഉടനെ കർത്താവ് പറഞ്ഞു, ഭാരപ്പെടണ്ട, ഞാൻ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്, പൊക്കോ ആ ഗ്രാമത്തിലോട്ട്, ഞാൻ നിന്നെ നോക്കിക്കോളാം. പിറ്റേ ദിവസം രാവിലെ 2 കുഞ്ഞുങ്ങളെയും കോരിയെടുത്ത് ആ ഗ്രാമത്തിലോട്ട് വെച്ച് പിടിക്കുന്ന ആ ധീര വനിതയെ ഒന്ന് മനസ്സിൽ കാണാവോ? അതാ ഞാൻ പറഞ്ഞു, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് മുഖം പാടുന്നവരുടെ പണിയല്ല സഭയെന്ന് പറയുന്നത്. മുള്ളിൻ്റെ മുകളിൽ നിന്നാലും മുഖം പാടാതെ നിൽക്കാൻ കരുത്തുള്ളവരാണ് ഈ സഭയ്ക്കകത്ത് എഴുന്നേക്കേണ്ടത്. ഈ സഭ ഹെൽത്തി ചർച്ചാണ്. ഇത് ബേബി ചർച്ചല്ല, ഇത് ഹെൽത്തി ചർച്ചാണ്. ഈ ചർച്ചിനെ ഞാൻ ബ്ലെസ് ചെയ്യുകയാ. ഈ ചർച്ചിലെ ചെറുപ്പക്കാരും മിഷണറിമാരായി പോകണം. ഈ ചർച്ചിലെ ദൈവമക്കൾ മിഷണറി കുടുംബങ്ങളായി മാറണം. എങ്കിലേ ഇന്ത്യയിൽ ഉണർവിന് വേണ്ടി എന്തെങ്കിലും സഭയ്ക്ക് ചെയ്യാൻ കഴിയോ? Rahimala rabaga shandala ya bakana എന്നോട് ചേർന്ന കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് 1-2 നിമിഷം പ്രാർത്ഥിച്ച്, ദൈവമേ നിന്റെ ആത്മാവിൻ്റെ തീ ഞങ്ങളുടെ നടുവിൽ കത്തിയേ പറ്റൂ. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഞങ്ങൾക്കത് വിഷയമല്ല. എൻ്റെ പിന്നാലെ വരുന്നവൻ തീ കൊണ്ട് സ്നാനപ്പെടുത്തും. വ്യാഖ്യാനമൊന്നും ഞങ്ങൾക്കറിയത്തില്ല, പക്ഷേ പരിശുദ്ധ ആത്മാവിലും തീയിലും സ്നാനപ്പെടുത്താൻ കരുത്തുള്ളവൻ ഞങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്നെങ്കിൽ ഒരിക്കലെങ്കിലും ആ തീയുടെ ചൂട് ഞങ്ങളുടെ ശരീരത്തിൽ ആവിയായിട്ടൊന്ന് പൊങ്ങട്ടെ. കമാൻ
ധംബ്ര 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 ലംബ്ര 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 ലംബ്ര. രണ്ട് കാര്യം എൻ്റെ ജനത്തോട് ഞാൻ കൈമാറട്ടെ. എനിക്കിതുപോലെ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്നും പ്രസംഗിക്കാൻ അറിയാൻ വയ്യാതിരുന്ന കാലം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പാടാൻ അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല. ആകെ അറിയാവുന്നത് പ്രാർത്ഥനയാണ്. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. 21 days 40 days, ഒരു വർഷം തന്നെ 5 പ്രാവശ്യം 21. ആ 21 5 കഴിഞ്ഞാൽ ഒരു 14 കൂടി കഴിഞ്ഞാൽ ഒരു വർഷത്തോട് ബൈ ബൈ പറയുന്നു. ആ 21-ൽ 10 മണിക്കൂറിലധികം പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെ 7 മണിക്ക് മുട്ടുമടക്കിയ രാത്രി 8 മണിക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങും പ്രാർത്ഥന കഴിഞ്ഞ്. ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ശരീരം ചൂടാകാൻ തുടങ്ങി. നല്ല തണുപ്പുള്ള സമയം, ചൂടാകുക ശരീരം. ഓടിപ്പോയി കുളിച്ചു, തിരിച്ചു വന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. 10-13 മണിക്കൂറുള്ള പ്രാർത്ഥനയാണ്. ഒറ്റയ്ക്കിരുന്ന പ്രാർത്ഥിക്കുക, വായിക്കുക, പ്രാർത്ഥിക്കുക. 110 ചാപ്റ്റർ വായിക്കുന്ന സമയമാണ് ഡെയിലി. എന്നാ കാര്യം? കഴിവുകളൊന്നും പറയാനില്ല, പ്രത്യേകിച്ച് കഴിവില്ല, ആരും പിടിച്ച് പൊക്കാനില്ല. ആകെയുള്ളത് കർത്താവാണ്. പ്രാർത്ഥന മാത്രം. വിദ്യാഭ്യാസമില്ല, 10 പാസ്സായത് ഓർമ്മയുണ്ട്. വേറെ പഠനങ്ങളുടെ കാര്യം പറയാനൊന്നുമില്ല. സ്പെഷ്യൽ കഴിവൊന്നുമില്ല. ജനിച്ച വീടോ ദാരിദ്ര്യം പിടിച്ച വീട്. പിന്നെ പൊക്കാൻ അവനല്ലാതെ വേറെ ആരാ ഉള്ളേ? ചിലപ്പോൾ കഴിവ് കെട്ടവൻ്റെ ആമേനോ റൂട്ട് പോലെ തോന്നും പ്രാർത്ഥന. എന്നാലും പ്രാർത്ഥിച്ചോ, തമ്പുരാൻ പിടിച്ച് പൊക്കും. 2-ാം പ്രാവശ്യം പോയി കുളിച്ചു, പിന്നെ വന്ന് പ്രാർത്ഥിച്ചു, ശരീരത്തിൽ ചൂട് പൊങ്ങുക. 3-ാം പ്രാവശ്യം, 4-ാം പ്രാവശ്യം, 5 പ്രാവശ്യം ആ ഒരു പകൽ ഞാൻ വെള്ളം കോരി ദേഹത്തൊഴിക്കുക. എനിക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന്. 1-2 പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊക്കെ സാധാരണ, അതൊക്കെ സംഭവിക്കുന്ന സാരയില്ല, ഉപവാസമല്ലേ. പ്രൈസ്തല്ലോ. ഓർക്ക് ഒരു വർഷം 5 പ്രാവശ്യം 21 ഇരിക്കുന്നത്. പിന്നത്തെ 21-ൽ അങ്ങനെ സംഭവിക്കുന്നില്ല. പക്ഷേ പിന്നീട് ചിലരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപാടാണ്. ഇതിൻ്റെ ഒറിജിനാലിറ്റി തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? 6 മാസം രോഗിയായി വീടിൻ്റെ അകത്ത് വിശ്രമിക്കുന്നൊരു സമയം. 6 മാസം ജോണ്ടിസം പിടിച്ച്, മഞ്ഞപ്പിത്തം പിടിച്ച് വീടിൻ്റെ അകത്തൊന്ന് പുറത്തിറങ്ങാതെ ജീവനും മരണത്തിനും ഇടയിൽ ഇങ്ങനെ ജീവൻ അമ്മാനമാടുന്നൊരു സമയം. എല്ലാവരും ഇട്ടേച്ച് പോയ സമയം. വീടിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാത്ത 6 മാസങ്ങൾ. അന്ന് പുറത്തു വന്ന 4 വരിയ, യേശു ആർക്കും കടക്കാരനല്ല, യേശു ആർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെപ്പോലെ ആരാധ്യനും ആരുമില്ല. ഈ 6 മാസം ബൈബിൾ വായിക്കാനുള്ള ഊരില്ല. ബൈബിൾ വചനം ഇങ്ങനെ കാണാതെ പറയും. സ്പെഷ്യലി റോമർ ചാപ്റ്റർ 8 കാണാതെ അറിയാം. കാണാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. കിടക്കുക, ഇരിക്കുകയല്ല, കിടക്കുക. രാത്രിയിൽ ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുന്നുണ്ട്, പക്ഷേ സൗഖ്യമാകുന്നില്ല. ശരീരം വീക്കാണ്. അവസാനം കർത്താവ് റൂമിൽ ഇറങ്ങി വന്നു, തൊട്ടു, പന്ത് തെറിക്കുന്ന പോലെ ദൈവശക്തി വെളിപ്പെട്ടു, സൗഖ്യമായി. സൗഖ്യമായി കഴിഞ്ഞ് ഞാൻ മറ്റൊരു രാജ്യത്ത് തന്നെ വിളിച്ചു, വരിക സാമ്പാശ്രീ അസുഖമൊക്കെ എന്ന് അറിഞ്ഞു. ഞങ്ങൾ അതിനനുസരിച്ചൊക്കെ ഡീൽ ചെയ്തോളാം, പോരാൻ പറഞ്ഞു. 17 ദിവസം പ്രസംഗിക്കണം പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ആമേൻ. ഈ 4 വാക്യാണ് ഞാൻ 17 ദിവസം പ്രസംഗിച്ചത്. സ്തോത്രം. ഞാനിങ്ങനെ അവർ ടിക്കറ്റ് എടുത്ത് തന്ന് ഞാൻ പോവുക. യാത്ര പുറപ്പെട്ട് ഫ്ലൈറ്റിൽ എല്ലാവരും ഉറങ്ങുക, ഞാനും ഉറങ്ങുക. സ്തോത്രം. പക്ഷെ ഞാൻ ഉറക്കത്തിലൊരു കാഴ്ച കണ്ടു. ഒരു അഗ്നിവളയം എൻ്റെ തലയിലേക്ക് വന്നിറങ്ങുന്നു. ഇത് കാഴ്ചയായിട്ട് ഞാൻ കണ്ടൊരു കാര്യമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റൊക്കെ ഓണായി. എന്നെ ആൾക്കാർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. എയർ ഹോസ്റ്റസ് വരുന്നു. ഫ്ലൈറ്റിൻ്റെ അകത്താകെ പ്രശ്നമായി. എന്നെ പലരും വഴക്ക് പറയാൻ തുടങ്ങി. കാര്യം ഞാൻ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മുട്ടി പോലും. ശരി, അവർ പറയുന്നത് 100% ശരിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഐ എം സോറി. ഇത് പറയുന്നത് ചിരിച്ചോണ്ടാ പറയണേ. കാര്യം എനിക്കറിയാം എന്നിൽ സംഭവിച്ചത് എന്താണെന്ന്. അവിടെ ചെന്ന് ലാൻഡ് ചെയ്തു. ഞാൻ പോയി നിൽക്കുന്ന ആ കൗണ്ടറിൽ, ഇമിഗ്രേഷൻ കൗണ്ടറിൽ എൻ്റെ പുറകിൽ ആരുമില്ല. കാര്യം അവർക്ക് മനസ്സിലായി സംതിങ് ഈസ് പ്രോബ്ലം. ഒരു പാകൽ ലുക്കിൽ, ഒരു ഭ്രാന്തൻ ലുക്കിലാണ് ഇവരെന്നെ കണ്ടേക്കുന്ന. ആത്മപൂർണ്ണൻ ഭ്രാന്തനെ പോലെയാണ്. സ്തോത്രം, 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 സ്തോത്രം. അതിലെ മാളിക മുറിയിൽ ദൈവശക്തി ഇറങ്ങിയപ്പോൾ അവർ പരിഹസിച്ചെന്നാണ് വായിക്കുന്നത്. പരിഹസിച്ചെന്നാണ്. പരിഹസിച്ച്. എന്താ പരിഹസിക്കാൻ കാര്യം? നോക്കിയപ്പോൾ ഈ 120 പേരും ചെയ്യുന്നത് എന്തോ പരിഹസിക്കാൻ പറ്റിയ കാര്യമാണ്. അതുകൊണ്ടാണ് പോള് പറഞ്ഞത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ദുർനടപ്പുണ്ടാകും, പക്ഷെ ആത്മാവ് നിറഞ്ഞവരായി. വീഞ്ഞ് മദ്യം തലയ്ക്ക് പിടിച്ചാൽ എങ്ങനാ സാറേ? അതുപോലെ ആത്മാവ് തലയ്ക്ക് പിടിച്ചാൽ നീ അല്ല പിന്നെ നിന്നെ കൺട്രോൾ ചെയ്യുന്നത്, ആത്മാവാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി എന്നെ പിക്ക് ചെയ്യാൻ വരുന്ന ഇവിടുത്തെ പാസ്, പുള്ളിയാണ് എന്നേക്കാൾ ഭ്രാന്തൻ. പരിശുദ്ധാത്മാവിൻ്റെ കാര്യത്തിൽ ഇതുപോലെ സന്തോഷമുള്ളൊരു വലിയ മനുഷ്യൻ. 100 കണക്കിന് പേരെ അദ്ദേഹം സ്വന്തം കൈ കൊണ്ട് സ്നാനപ്പെടുത്തിയത് അവിടെ.
സ്തോത്രം. ഞാനവിടെ ചെന്നിറങ്ങി. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അയ്യോ, ഈ മനുഷ്യൻ്റെ സന്തോഷം. നേരെ വീട്ടിൽ ചെന്നു. അവൻ ജസ്റ്റ് ഒരു കോഫി തരുന്നതിന് മുമ്പ് പറഞ്ഞു, പ്രാർത്ഥിക്കാം. എന്നാ കാര്യം? പ്രാർത്ഥന. സ്വോത്രം. വിശ്വാസികളെല്ലാം വിളിച്ചു, യോഗം രാത്രിയാണ്, പക്ഷെ ഇപ്പോൾ പ്രാർത്ഥന നടക്കുക, പോരാൻ പറഞ്ഞു. എല്ലാവരും വരിക. കാര്യം ഈ സംഭവം ഞാൻ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ആവേശമായി. അന്ന് രാത്രി മെസ്സേജിന് ഞാൻ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, തുറക്കാം. അപ്പോസ്തലപ്രവൃത്തി 2:1-2-3-4 പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞുകൊണ്ട് വന്ന് സ്റ്റേജിൽ മുട്ടുമടക്കി. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക. രണ്ടാമത്തെ ഒരു സഹോദരൻ വന്ന് മുട്ടുമടക്കി. 3, 4, 5, 6, 14 യൗവനക്കാർ ഫ്രണ്ടിൽ വന്ന് മുട്ടുമടക്കിയിരുന്ന് കരയുക. എനിക്കൊന്നും പിടികിട്ടാതിരിക്കുക നല്ലത്. ആരാധന വെളിപ്പെട്ടപ്പോൾ ഒരു സഹോദരനെ തട്ടിയിട്ട് ചോദിച്ചു, മോനെ നീ എന്തിനാ കരയണേ? ഉടനെ അവൻ പറയുക, പാസ്റ്ററെ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, എനിക്ക് സ്നാനപ്പെടണം പാസ്റ്ററെ. കേട്ടോ, ഞാൻ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. ഞാൻ ആകെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആരാധനയുടെ ഇടയ്ക്ക് ഞാൻ ഒരാളോട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? പാസ്റ്ററെ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, എനിക്ക് സ്നാനപ്പെടണം. 14 സ്നാനപ്പെടാത്തവരാ. നിങ്ങൾ പറ, സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടല്ല ഇവർ വന്നത്, ആത്മാവ് തൊട്ടത. അന്ന് രാത്രി ഞാൻ കണ്ട അഗ്നി വളയ അസാധാരണമായി അവിടെ ചലിക്കാൻ തുടങ്ങി. ആ അറബി മണ്ണിൽ 14 എണ്ണത്തെ ആ ആഴ്ച ഞാൻ എൻ്റെ കൈകൊണ്ട് സ്നാനപ്പെടുത്തുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അറിവ് കൊണ്ടുള്ള കസർത്തല്ല ശുശ്രൂഷ, അഭിഷേകത്തിന്റെ പകർച്ചയാ, ആത്മാവിന്റെ ചലനമാ. സ്വപ്നത്തിലോ ദർശനത്തിലോ ഇതുപോലെയുള്ള ആത്മാവിൻ്റെ തീയോ കൊയ്ത്തോ പകർച്ചയോ എന്തെങ്കിലും ഒന്ന് ആത്മാവ് നിന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, സ്വപ്നത്തിൽ കണ്ടത് അർത്ഥാൽ സംഭവിക്കാൻ പോകുകയാ. ദർശനത്തിൽ കണ്ടത്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ, സ്വപ്നത്തിൽ ആത്മാവിൻ്റെ തീ കത്തുന്നതോ ഏതെങ്കിലും ഉണർവോ കൊയ്ത്തോ ഏതെങ്കിലും കണ്ടിട്ടുള്ളവർ, സ്വപ്നമോ ദർശനമോ ഏതെങ്കിലും കണ്ടിട്ടുള്ളവർ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, ഏതെങ്കിലും ഒന്ന് കണ്ടിട്ടുള്ളവർ, ഒരു കൊയ്ത്തോ ഒരു അഗ്നിയോ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴോ കിടന്നുറങ്ങിയ സ്വപ്നത്തിലോ കണ്ടവർ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കിയൊന്ന് പ്രവചിക്കട്ടെ. നിങ്ങൾ എന്ത് കണ്ടോ അത് നിങ്ങൾ അർത്ഥാൽ കാണാൻ പോകുകയാണ്. എന്ത് കണ്ടോ? കമാ, ആ കൈ ഉയർന്നിരിക്കട്ടെ. ആരെയും നോക്കണ്ട, ഈ സ്റ്റേജിലേക്ക് ഫോക്കസ് ചെയ്യേ വേണ്ട. ഇന്ന് രാത്രി നിങ്ങളും പരിശുദ്ധാത്മാവ്, ഒരുപക്ഷെ നീ തീ കണ്ടു കാണാ, ഒരുപക്ഷെ നീ സ്വപ്നത്തിൽ ഒരു കൊയ്ത്ത് കണ്ടു കാണാ, ഒരുപക്ഷെ നടന്നു പോകുമ്പോൾ അഗ്നി സ്ഫുരിക്കുന്നത് നീ കണ്ടു കാണാ. ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചോ, നീ എന്ത് സ്വപ്നത്തിൽ കണ്ടോ അത് കൺമുമ്പിൽ വെളിപ്പെടാൻ പോകുകയാ.